ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിസുബൈർ ബിനിൽ അവ്വാം വഅസ്മാ ബിൻത് അബീ ബക്കർ. അല്ലാഹുവേ, അബൂബക്കർ എന്നവരുടെ മകൾ അസ്മാ ബീവിക്കും സുബൈർ ഇബ്നുൽ അവ്വാമിനും നീ പുറത്തു കൊടുക്കണമേ. ആര് ദുആ ചെയ്യും? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേര് ആരാന്നറിയോ? അവരുടെ മാതാവും പിതാവുമാണ്. സുബൈർ ഇബ്നുൽ അവ്വാം സ്വഹാബിയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ ബീവി. രണ്ടുപേരുടെ ഉമ്മമാര് വേറെയാണ്. ആ മഹദിയായ അസ്മാ ബീവിക്കും എൻ്റെ ഉപ്പയായ സുബൈർ എന്നവരെ എൻ്റെ ഉമ്മയായ അസ്മാ ബീവിക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെ ദ്വാരക്കാറുണ്ടോ? എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് അറബിയിൽ ദ്വാരക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദി വലിവാലിദതി, എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ. ദുആഇന് ഉത്തരമുണ്ടായിരുന്ന ഒരു താബിഈനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ അവസരമുണ്ടായില്ല. യമനിലായിരുന്നു. നബി തങ്ങളെ ഹബീബിന്റെ സദസ്സിൽ വന്ന് ഹബീബിന്റെ സുഹ്ബത്ത് കിട്ടിയവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി സദസ്സിലിരിക്കണം. കാണുന്ന നിർബന്ധമല്ല. കണ്ണു കാണാത്ത സ്വഹാബിമാരുണ്ട്, നബിയെ കാണാത്തവര്. പക്ഷെ ഹബീബിന്റെ സദസ്സിലിരിക്കണം. ആ സദസ്സിലിരിക്കാനുള്ള ഒരു സ്വഹാബി ആവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. മറ്റൊന്നുകൊണ്ടുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ. ഉമ്മയെ നോക്കിയിരുന്നവരാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങൾക്ക് വരാനിരിക്കുന്നു യമനിൽ നിന്ന്. മിൻ മുറാദിൻ മിൻ ഖർൻ, ഖർനിൽ നിന്ന്, മുറാദ് ഉപകബീലയിൽ നിന്ന്. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്ന ആളാണ്. ആ ഉവൈസുൽ ഖർനിയെ നിങ്ങളെങ്ങാനും കണ്ടാൽ അദ്ദേഹത്തോട് ദുആ ഇറക്കാൻ പറയണമേ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അദ്ദേഹം എങ്ങാനും അല്ലാഹുവിൽ ആണയിട്ട് ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ചില. ഇന്ന ലില്ലാഹി ഇബാദൻ ലൗ അറാദു അറാദല്ലാഹ് എന്ന് മഹാന്മാർ പറയുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിലുണ്ട്. അല്ലാഹുവിൽ ആണയിട്ട് ചോദിച്ചാൽ അല്ലാഹു കൊടുത്തിരിക്കും. കാരണം എന്താണെന്നറിയോ? ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, ഉമ്മയെ നോക്കിയിരുന്ന ഒരു മഹാൻ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ വാതിലുകളാണ്. അല്ലാഹു സജ്ജനങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ ലഭിച്ചതാണ്. ദുനിയാവിൽ പൈസ കിട്ടിയില്ല എന്ന് വരാം, ഒരു വീടുണ്ടായില്ല എന്ന് വരാം, വാഹനം ഉണ്ടായില്ല എന്ന് വരാം, ജോലി ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ,
എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ദുആ ഇറക്കാൻ ഒരു മോനെയോ ഒരു മോളെയോ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അത്? അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് റബ്ബേ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനേ. ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യലാണ്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ സ്വഹാബിമാര് പറഞ്ഞു, നബിയേ, നല്ല ആരോഗ്യമുള്ള ആള്, നല്ല മസിലുള്ള ആള്, പക്ഷെ എന്ത് കാര്യം, ആൾ യുദ്ധത്തിനൊന്നല്ല വരുന്നത്, ആരോഗ്യമുണ്ട്. ചെറുപ്പക്കാരെ കാണില്ല, ഒരു ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ വെച്ച് ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് 6 പാക്ക് 8 പാക്ക് ഒക്കെ ഇട്ട് നടക്കുന്ന കാണാലോ. അപ്പൊ വെറുതെ ആർക്കെങ്കിലും കമന്റ് പറയാം, എന്താ പറയാ മസിലുണ്ടായിട്ട് എന്ത് കാര്യം എന്നൊരു കമന്റ് പറയുന്ന പോലെ സ്വഹാബിമാര് പറഞ്ഞു. അപ്പൊ നബി തങ്ങളുടെ മറുപടി വന്നു, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വഹാബിമാരെ, ആരോഗ്യമുള്ള ആ മനുഷ്യൻ പിഞ്ചു പൈതങ്ങളായ കൊച്ചുമക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ അന്നം തേടി ജോലി തേടി പോകുന്ന പോക്കാണെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന പോലെയാണ്. ആരോഗ്യമുള്ള ആളാണ്, ജോലിക്ക് പോവാൻ മതി, സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പോവാൻ, അത് ജിഹാദിന് പോകുന്ന കൂലിയുണ്ട്. وإن كان خرج يسعى على أبويه شيخين كبيرين فهو في سبيل الله. പ്രായമായ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ട് പേർ, ഉമ്മയും ഉപ്പയും, ആ 2 സ്വർഗവാതിലുകൾ. ഉപ്പാക്ക് മരുന്നിന് വേണം, ഉമ്മാക്ക് ചികിത്സക്ക് വേണം. ഉപ്പയെ സംരക്ഷിക്കാനും ഉമ്മയെ സംരക്ഷിക്കാനും ജോലിക്ക് പോകുന്ന ആളാണ് അയാളെങ്കിൽ സ്വഹാബിമാരെ, അയാളുടെ ആരോഗ്യം ധർമ്മസമരത്തിനിറങ്ങിയ പോലെ തന്നെയല്ലോ, അത് ജിഹാദിന് പോകുന്ന പോലെ തന്നെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ മുത്തുനബി തങ്ങൾ ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ദുആ ചെയ്തത്, ആമീൻ 3 പ്രാവശ്യം. അതിലൊരു ആമീനിന്റെ കാരണം നബി തങ്ങൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്നു പറഞ്ഞു, റഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫുഹു. നബിയേ, ഒരു മനുഷ്യൻ മൂക്കുകൊണ്ട് മണ്ണ് തൊടട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണ് കപ്പട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണിൽ ഉരസട്ടെ. ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ ثم لم يدخل الجنة. മാതാപിതാക്കളിൽ ഒരാളെയോ 2 ആളെയോ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ, ഒരു മോന്, ഒരു മോൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഉമ്മാക്കുപ്പാക്കും പ്രായമായപ്പോഴേ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുകയല്ല, ആ ഉമ്മയെ പൊന്നുപോലെ, ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മോനാണ്, ഒരു മോളാണ്, അവർക്ക് സ്വർഗമാണ്. അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ ഒരു പിതാവിനെയോ ഒരു ഉമ്മയെയോ കിട്ടിയിട്ട് ഒരു മകനും മകൾക്കും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം? അവരുടെ മുഖം മണ്ണ് തൊടട്ടെ, മണ്ണിൽ ഉരസട്ടെ എന്ന് പറഞ്ഞ അവർക്ക് നഷ്ടം പറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ ആര് ദുആയിരുന്ന ദുആയാണിത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ ആമീൻ പറഞ്ഞെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണല്ലേ. ഇപ്പൊ പല സംശയങ്ങളും വരില്ല, ഇങ്ങനെ എൻ്റെ ഉമ്മയും മാപ്പിയും എന്നോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ, അവരെന്നോട് നല്ല നിലക്കല്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണേ, മക്കളോട് വിവേചനം കാണിച്ചുകൂടാന്നാണ്. നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ മദീനയിലെ ഇന്നാലിന്ന സ്ഥലം ഇന്ന ഒരു മോനെ നഹൽതുഹു, ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 1-ലേറെ മക്കളുണ്ട്. എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, ഒരു മോനെ കൊടുത്തത്. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, നീതി പാലിക്കണം, നിങ്ങൾ നീതി പാലിക്കണം മക്കളോടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചു. നമുക്കൊക്കെ അതറിയാം. വാപ്പയെ ആര് പറഞ്ഞു?
വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കാര്യമാ പറഞ്ഞത്, വാപ്പയെ പറഞ്ഞിട്ടില്ല. ഉമ്മയും വാപ്പയെ നോക്കണം, പക്ഷെ വാപ്പയുടെ വിഷയം വിശദീകരിച്ചില്ല. മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്യുകയാണ്, അവനവന്റെ ഉമ്മയെ വാപ്പയെ ശരിക്കും പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണമായി, വിഷമങ്ങൾക്കുമേൽ വിഷമമായി, പരാധീനതകൾക്കുമേൽ പരാധീനതയായി അവനെ കൊണ്ട് ചുമന്നു നടന്നവളാണ് അവന്റെ ഉമ്മ. വഫിസാലുഹു ഫീ ആമൈൻ, 2 വർഷം അവനെ മുലയൂട്ടിയ ഉമ്മയാണത്. വാപ്പയെ പറ്റി പറഞ്ഞിട്ടില്ല. അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യണം. പക്ഷെ വിശദീകരിച്ചത് ആരുടെ കാര്യമാണ്? ഉമ്മയുടെ കാര്യമാണ്. വാപ്പയുടെ കാര്യം എന്ത് വിശദീകരിക്കാഞ്ഞെന്നറിയോ? കുട്ടി കാണുന്നുണ്ട്, വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട്, വരുന്നുണ്ട്, വാപ്പ അധ്വാനിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്, വാപ്പ കൊണ്ടുകൊടുക്കുന്നത് ഉമ്മ ഭക്ഷണം വെച്ച് തരികയല്ലാതെ ഉമ്മ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? ഉമ്മയുടെ കാര്യം ഇവൻ കണ്ടിട്ടില്ല. അവനെ ഉമ്മ ഗർഭം ചുമന്നത് അത് അല്ലാഹു വിവരിച്ചു. മോനെ, നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണത്. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാര്യം വിശദീകരിച്ചത്. വാപ്പാന്റെ അവൻ കാണുന്നുണ്ടല്ലോ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ഉയർന്ന വാതില് ഉപ്പയാണ്, പിതാവാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു പ്രായത്തിൽ സംസാരിച്ച മോനാണ്. തൊട്ടിൽ കിടന്നപ്പോ ഇഅ്ജാസ് കാണിച്ച മഹാനാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മഹാന്റെ വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു മറിയം, വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എനിക്ക് ബറക്കത്ത് തന്നിട്ടുണ്ട്. എന്നോട് നിസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മയോട് നന്നായി പെരുമാറണമെന്നും അല്ലാഹു എന്നോട് വസിയ്യത്ത് ചെയ്തു. എന്തേ വാപ്പയെ പറയാതിരുന്നത്? ഈസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയല്ലേ ഉള്ളൂ. ഈസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയിൽ നിന്നുണ്ടായതല്ലേ. അതുകൊണ്ട് വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മയോട് കരുണ ചെയ്യണമെന്നും വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, വളരെ കടുത്ത മനസ്സോടെ പെരുമാറുന്ന അഹങ്കാരിയാക്കിയിട്ടില്ല അല്ലാഹു എന്നെ. ഇതൊരു സൗഭാഗ്യമാണ്. മനുഷ്യന് അഹങ്കാരം വന്നു പോകുന്നത് ഖുദ്ലാൻ, പരാജയത്തിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് മുഹമ്മദ് ബിനുൽ മുൻകദിർ, സുഹാഹിന്റെ ഇമാമുമാർ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണിത്. റാവിയാണ്, സിഖത്താണ്. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മയുടെ കാല് വേദനിച്ചപ്പോ ഒരു രാത്രി മുഴുവനും ഉമ്മയുടെ കാല് മസാജ് ചെയ്തു കൊടുത്തിട്ടുണ്ട് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ ഒരു സത്യസന്ധത കണ്ടപ്പോഴാണ് അറാബി പറഞ്ഞു പോയത്, വബിഹി നുംതറു ഫീ ബവാദീന, ഈ സത്യസന്ധനായ കച്ചവടക്കാരൻ ഉള്ളത് കൊണ്ടാ ഞങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ അള്ളാഹു മഴ തരുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയാണ്, ആരിഫാൻ മുഹമ്മദ് ബിൻ മുൻകദിർ. താബിഈങ്ങളുടെ തൊട്ടുടനെയുള്ള ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹാൻ. ഒരു രാത്രി മുഴുവൻ മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള് ഉമ്മയുടെ കാല് വേദനിക്കുന്നു പറഞ്ഞപ്പോ കാല് മസാജ് ചെയ്തു കൊടുത്തു. ആ സമയം മഹാനവരുടെ ജ്യേഷ്ഠൻ നിസ്കാരവും സുജൂദുമായിട്ട് രാത്രി ഇബാദത്തിലാണ്. ഇവരാണെങ്കിലോ ഉമ്മയുടെ അങ്ങനെ ഉണ്ടാവുമല്ലോ, ജ്യേഷ്ഠൻ പള്ളിയിലെ ഇമാമാണ്, മകൻ ഉമ്മയെ ഹോസ്പിറ്റലിൽ നോക്കുകയാണ്, ജ്യേഷ്ഠൻ മുദരിസാണ്, അനുജൻ ഉമ്മയുടെ കൂടെ ആശുപത്രി കിടക്കയിലാണ് ഉമ്മയെ നോക്കുന്നത്. ഈ അനുജൻ ജ്യേഷ്ഠൻ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും
വലിയ ഇബാദത്താണ് ഉമ്മയെ പരിപാലിക്കുന്നത്. മുഹമ്മദ് മുൻകദിർ തങ്ങൾ പറയുമായിരുന്നു, എന്നോടെങ്ങാനും എൻ്റെ ജ്യേഷ്ഠൻ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കാം, ഉമ്മയുടെ കാല് ഞെക്കിക്കൊടുക്കാം, ഉമ്മയുടെ കാലിന്റെ വേദന മാറുന്നവരെ ഒന്ന് തടവിക്കൊടുക്കാം, ഞാൻ ചെയ്തോളാം, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും ഞാനത് പകരം കൊടുക്കാൻ ഒരുക്കമല്ല. ഉമ്മയുടെ കാലിന് വേദനയുള്ളതിന്റെ പേരിൽ ഉമ്മയുടെ കാല് തടവി കൊടുക്കുന്നതിനേക്കാളും പുണ്യമുള്ളതല്ല ആ രാത്രി നേരത്തെ നിസ്കാരമെന്ന് ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള്. അപ്പൊ ഉമ്മക്ക് ഖിദ്മത്തെടുക്കലാ കൂലി, വാപ്പയെ ഖിദ്മത്തെടുക്കലാണ് കൂലി ആ നിസ്കാരത്തെക്കാളും. സൈനുൽ ആബിദീൻ സയ്യിദാണ്, സാദാത്തു താബിഈൻ, താബിഈങ്ങളിലെ മഹാന്മാരിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ തങ്ങള് ഉമ്മയോട് ഒരുപാട് ബഹുമാനമുള്ള ഒരു മഹാനായിരുന്നു. ഉമ്മയെ വല്ലാത്ത സ്നേഹമാണ്. ആളുകൾ പറഞ്ഞു, സൈനുൽ ആബിദീൻ തങ്ങളെ, നിങ്ങൾ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണല്ലോ, നിങ്ങളും ഉമ്മയും എന്താ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ നബി തങ്ങളുടെ ആ സുന്നത്ത് ഹയാത്താക്കിയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ് ഞാൻ കണ്ടെടുത്തോളം. ഒരുപാട് കൈകളിട്ട് തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ചോറ് കഴിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കുക. ഇരിക്കട്ടെ, മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയോട് വലിയ ഇഷ്ടമല്ലേ, എന്നിട്ട് എന്താ നിങ്ങളും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാത്തത് എന്നാ ചോദ്യം. ഒരു പാത്രത്തിനല്ലേ കഴിക്കേണ്ടത്, നിങ്ങൾ എന്താ അങ്ങനെ കഴിക്കാത്തത്? അതിന് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്. അഖാഫു അൻ തസ്ബിഖ യദി ഇലാ മാ സബഖത ഇലൈഹി ഐനുഹാ. ഞാനും ഉമ്മയും ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എൻ്റെ ഉമ്മയുടെ കണ്ണെത്തി നിൽക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ എൻ്റെ കൈ നീട്ടുമോ എന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ്. ഭക്ഷണത്തിൽ നിന്ന് ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം അറിയാതെ ഞാനെങ്ങാനും എടുത്തു പോകുമോ എന്ന് പേടികൊണ്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഉമ്മയുടെ കണ്ണെങ്ങാനും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു അംശത്തിലേക്ക് കണ്ണ് തട്ടുകയും ഉമ്മാക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഉമ്മത് പറയാതിരിക്കുകയും ചെയ്ത് ഞാൻ അറിയാതെ എടുത്തുപോയാലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു രണ്ട് അടിമകളെ മോചനം ചെയ്യാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. രണ്ട് അടിമകളെ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തു. അടിമകൾ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളവരാണ്. അടിമകൾക്ക് അടിമ മോചനം, അവർക്ക് ഹുർരിയ, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി 40ഓളം ഈത്തപ്പനകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുതലാളിക്ക്. നല്ല വിലപിടിപ്പുള്ള അടിമകളുണ്ട്. രണ്ട് അടിമകളെ മോചനം ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഉമ്മ വിളിച്ചു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ. അബ്ദുല്ലാഹ് എന്ന് വിളിച്ചപ്പോ എന്തേ ഉമ്മ എന്ന് മറുപടി പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. റബ്ബേ, എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞപ്പോ ശബ്ദം കൂടിപ്പോയല്ലോ. ആ ഒരു തെറ്റിന് അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരണമെങ്കിൽ ഞാനിതാ രണ്ടടിമകളെ നിനക്ക് വേണ്ടി എഴുത്തുക്ക് ചെല്ലുകയാണ്. അങ്ങനെ രണ്ടടിമകളെ മോചനം ചെയ്തു. ഒരു തവണ ഒച്ച വെച്ച് സംസാരിച്ചത് വരും. നമ്മളെ സ്കൂൾ കുട്ടികളും പ്ലസ് ടുവിന് പോകുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന ഉമ്മ ബാഗ് എവിടെ, ഉമ്മ ഷർട്ട് എവിടെ, ഉമ്മ ടൈ എവിടെ, ഉമ്മ ഷൂ എവിടെ, ഉമ്മാന്റെ പെണ്ണെവിടെ? എന്താ ഉമ്മ വേലക്കാരിയാണോ വീട്ടിലെ? മുതിർന്ന മക്കളെ അവർക്ക് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയും, അത് ഇസ്തിരി ഇട്ട് വെക്കാൻ അറിയാം, അവരുടെ പുസ്തകങ്ങൾ മാറ്റിവെക്കാൻ അറിയാം. 4-5 മക്കളെ വളർത്തുന്ന ഒരു ഉമ്മയോട് ഈ മുതിർന്ന മക്കളും ചോദിക്കുക, അടിമകളോട് ചോദിക്കുന്ന പോലെ. അന്ത്യനാളിന്റെ അടയാളങ്ങളായി നബി തങ്ങൾ പറഞ്ഞത് അൻതലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. 27ഓളം
30ഓളം മഅനകൾ മഹാന്മാർ അതിന് കൊടുത്ത കൂട്ടത്തിൽ അടിമകളോട് പെരുമാറുന്ന പോലെ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, ഉമ്മമാരോട് അടിമകളോട് പറയുന്ന പോലെ പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിക്കണം. അത് ഉമ്മമാർ നിങ്ങളുടെ വേലക്കാരികളല്ല, ഉമ്മമാർ നിങ്ങളുടെ അടിമകളല്ല എന്ന് മനസ്സിലാക്കണം. ഉമ്മയോട് ഉമ്മ എന്ന് നല്ല നിലക്ക് മറുപടി കൊടുത്ത ആ ഒരു വാക്ക് ശബ്ദമേറിപ്പോയോ എന്ന് പേടിച്ചതിന്റെ പേരിൽ 2 അടിമകളെ മോചനം ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ഈ കൂട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആലിമീങ്ങൾ അവരവരുടെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുമായിരുന്നു. പേരെടുത്ത് പറഞ്ഞിട്ട് ഗുരുനാഥന്മാർക്ക്, ഉസ്താദുമാർക്ക് ദുആ ചെയ്യും. ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അബൂ ഹനീഫ തങ്ങളുടെ സ്വാഹിബ് എന്നറിയപ്പെടുന്ന അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹിൽ ഫഖീഹ് മഹാനവറുകൾ അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്. ഹനഫി മദ്ഹബ് ക്രോഡീകരിച്ച മഹാനാണ്. മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ പറയുമത്രേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബവയ്യ വലി അബീ ഹനീഫ, അല്ലാഹുവേ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണമേ, എൻ്റെ ഗുരുനാഥനായ അബൂ ഹനീഫ തങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ. യാ അല്ലാഹ്, എന്തൊരു ബഹുമാനം, എന്തൊരു ആദരവ്. അമ്പിയാക്കന്മാരിൽ മക്കളെ കൊണ്ട് സൗഭാഗ്യം കിട്ടിയ ഒരു ഉപ്പയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാഗ്യവാനായ ഉപ്പയാണ്, ഭാഗ്യവാനായ ഉപ്പയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. മകനെയും കൂട്ടി അള്ളാഹുവിന്റെ കഅബാലയം പടുത്തുയർത്താൻ ഭാഗ്യമുണ്ടായ ഒരു പ്രവാചകൻ മോൻ ഇറക്കണമെന്ന് പറഞ്ഞപ്പോ, ഉപ്പാ നിങ്ങളോട് അള്ളാഹ് എന്ത് പറഞ്ഞു അത് ചെയ്തോളൂ ഉപ്പാ എന്ന് പറഞ്ഞൊരു മോൻ അല്ലേ. മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോന്റെ അഭിപ്രായം എന്താ? മോൻ അറുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ കുട്ടികളോടൊക്കെ അത് പറഞ്ഞു നോക്കണ്ടേ? മോൻ അറുക്കണതായിട്ട്, മോന് 4 അടി അടിക്കണതായിട്ട് ഞാൻ കാണുന്നു സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ലേ? ഉസ്താദ്മാരെന്ന് അടിയിട്ടെന്ന് വിചാരിച്ച് ഇറങ്ങി ഉടനെ എത്ര മുത്തല്ലിമീങ്ങളുണ്ട്. ആ വഴിക്കന്നെ പിന്നെ വരും. ഞാൻ പഠിക്കണമെന്നല്ല, ഇങ്ങനെ സർഫുനാകുന്നത് ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ അടി കിട്ടുമോ? ഇത് അടിയല്ല, ബലിയർപ്പണം ചെയ്യുന്നു എന്നാ കാണുന്നത്. ഇസ്മായിൽ നബി എന്ന കൊച്ചുകുട്ടിയാണത്, 12 വയസ്സിന് താഴെ. യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പാ, അല്ലാഹു എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ചെയ്തേക്കിനുപ്പാ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ. മിനായിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇന്ന് മക്കയിൽ ചെന്നാൽ മിനായിലൂടെ കടന്നു പോകുമ്പോൾ ഇടത് ഭാഗത്തൊരു മലയുടെ മുകളിൽ ഒരു ചെറിയ കൊച്ചു മിനാരം പോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടാവും. ഇസ്മായിൽ നബി ഇറക്കാൻ കിടത്തിയ സ്ഥലം. ചരിച്ചു കിടത്തിയപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹീം, അല്ലാഹു വിളിച്ചു പറഞ്ഞു, ഇബ്രാഹീമേ ഖദ് സദ്ദഖത റുയാ, നിങ്ങൾക്ക് സ്വപ്നമായി തന്ന ദിവ്യബോധനം നിങ്ങൾ സത്യസന്ധമായി പുലർത്തിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നല്ല ഒരു ഉപ്പയും നല്ലൊരു മോനുമാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഞാൻ, അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഇഹ്സാൻ പകരമായി നൽകുന്നു, നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നു. വല്ലാത്തൊരു ഭാഗ്യമാണ്. യ ഫൈസാന നസർതാ, യ ഫൈസാന നസർതാ യാ മക്തബ് കി കറാമത്ത് थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ये फैजान नजर था. ഇതൊരു ദിവ്യ കടാക്ഷമായിരുന്നു, ഇതൊരു ദിവ്യ നോട്ടമായിരുന്നു. യാ മക്തബ് കി കറാമത്തി, അതല്ല ഇസ്മായിൽ നബി പഠിച്ച കൊച്ചു മദ്രസയുടെ കറാമത്താണോ?
ആരാണ് ഈ മോന് ഇങ്ങനെ അനുസരണം പഠിപ്പിച്ചത്? സിഖായ കിസ്നെ ഇസ്മാഈലുകോ ആദാബ് ഫർസന്ദി. ഇഖ്ബാൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് വല്ലാത്തൊരു കറാമത്ത് തന്നെയല്ലേ? ഇസ്മായിൽ പോയ മദ്രസയുടെ എന്ത് മദ്രസ? എവിടെ പോയി? ഇല്ലല്ലോ, മദ്രസയിൽ പോയില്ലല്ലോ. ഇത് അല്ലാഹു തആല നൽകുന്ന ദിവ്യ കടാക്ഷമാണ്. നമ്മളൊക്കെ ദ്വാരക്കണം മക്കളിൽ നിന്ന് ആ ഒരു നന്മയുണ്ടാവാൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ മക്കളിൽ, അല്ലാഹുവേ എൻ്റെ സന്തതികളിൽ, എൻ്റെ ഇണയിൽ നീ കൺകുളിർമയെ നൽകണമേ. സജ്ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയവരായി എന്നെ മാറ്റിത്തരയണമേ. എന്താ അതിൻ്റെ അർത്ഥം? സജ്ജനങ്ങൾക്ക് മാതൃകയായി എന്നെ മാറ്റിത്തരണേ. ഇമാം എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബി. ഇമാം ചെയ്യുന്ന പോലെ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ. ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അല്ലേ? ഇമാം എന്ത് ചെയ്യുന്നു അതേ ബാക്കിൽ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനല്ലേ? അപ്പൊ നമ്മൾ മക്കൾക്ക് ഇമാമാവണമെന്ന്, വാപ്പാരൊക്കെ മക്കൾക്ക് ഇമാമിയങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ? മക്കള് നമ്മളെ കണ്ട് പഠിക്കണം. അപ്പൊ നമ്മളെ നന്നാക്കി തരണേ എന്നാ ചോദിക്കണത്. നമ്മളെ നന്നാവണ്ടേ? നമ്മൾ വാപ്പ കള്ളുകൂടി വലിയൊക്കെ ഉണ്ട്, മക്കളൊന്നും ചെയ്യരുതെന്നാ വാപ്പാൻ്റെ ദുആ. പറ്റൂല, നമ്മൾ നന്നാവണം. അതാ വല്ലാത്ത അത്ഭുതമുള്ള ദുആയാണത്. എൻ്റെ മക്കളിൽ കൺകുളിർമയെ നൽകണേ. പിന്നെ പറയാ, എൻ്റെ മക്കൾക്ക് ഞാൻ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി തരണേ, എന്നെ നന്നാക്കി തരണേ എന്ന്. അപ്പൊ നമ്മൾ നന്നാവും, കുടുംബവും മക്കളൊക്കെ നന്നാവും. ആ ദ്വാരക്ക ഇന്നത്തെ കാലാണ്. പണ്ടൊക്കെ ഓവുപാലത്തും ഇരിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് പറയാൻ പറ്റും ഇത് കച്ചറ കുട്ടികളാണ്. ഇന്ന് അവരെ ഓവുപാലത്തൊന്നും കാണാൻ കിട്ടുന്നില്ല. ഓല് മൊബൈലും പിടിച്ച് കറങ്ങാണ്. എവിടൊക്കെയാ വരുന്നത്, ആരൊക്കെയാ ചങ്ങാതിമാര്, എന്തൊക്കെയാണ് അവരുടെ ലോകം, പിടുത്തം കിട്ടൂല ആർക്കും. എല്ലാവരും മൊബൈൽ മേലാണ്. ഉസ്താദ്മാർ മൊബൈൽ മേലാണ്, ഖത്തീബ്മാർ മൊബൈൽ മേലാണ്, വേദവരണുള്ള മൊബൈൽ മേലാണ്, മുത്തഅല്ലിമീങ്ങൾ മൊബൈൽ കിതാബിൻ്റെ ഉള്ളിൽ അടിയിൽ വെച്ചിട്ട് കാണുകയാണ്. എന്തൊരു കാലം, യാ അല്ലാഹ്. പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിനോട് ദ്വാരക്കന്നെ, ഉമ്മയും വാപ്പിയിരുന്നിട്ട് ദ്വാരക്കുക, മക്കൾ ദ്വാരക്കുക, നമ്മളൊക്കെ ദ്വാ ചെയ്യുക. അല്ലാഹു മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. തുൽഖ് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു ഉമ്മ താഴെ ഇരിക്കുമ്പോൾ മീതയുള്ള റൂമിലേക്ക് പോകുമായിരുന്നില്ലത്രേ. തുൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി. മേലെ റൂമുണ്ട്, ഉമ്മയുടെ റൂമിന്റെ നേരെ മീതെ മകൻ റൂം വെക്കൂല. മകൻ മാറ്, ഉമ്മ എന്റെ താഴെയല്ലേ. മാതാപിതാക്കളോട് ചെയ്യുന്ന ചില അദബുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. അതിൽ വരും, ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ മക്കൾ നടക്കാൻ പാടില്ല. ഉമ്മയും ഉപ്പയും കൂടെ നടക്കുമ്പോ പകൽ സമയങ്ങളിൽ നിർബന്ധമായും, രാത്രി ഒരുപക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും സംരക്ഷണം നൽകാൻ വേണ്ടി മകൻ മുമ്പിൽ നടന്നേക്കാം. പക്ഷേ പകൽ നിർബന്ധമായും ഉമ്മയെ ഉപ്പയെ ആദരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ബാക്കിലാണ് മക്കൾ നടക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചെയ്യാറുണ്ടോ? മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് റളിയല്ലാഹു അൻഹു വഹുവ മിൻ കിബാരിൽ ഉലമാ, അലിമീങ്ങളിലെ പ്രഗൽഭനാണ് മഹാൻ. ജനങ്ങളെ മുതഅല്ലിമീങ്ങളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് തങ്ങൾ ഇരിക്കുമ്പോ, ദർസ് നടത്താൻ വേണ്ടി ഇരിക്കുമ്പോ ഉമ്മ വരും, മോനെ ഖും അൽഖി ശഈറ ലിദ്ദജാജ്, ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കും മോനെ എന്ന് പറയും. ആരോട്? വലിയ ഉസ്താദിനോട്. ഇപ്പം നമ്മളോട് ഉസ്താദ് മുദരിസ്മാരുണ്ടോ? ദർസ് നടക്കാന്ന് വിചാരിക്കുക. ആ ഉസ്താദിനോട് ഉസ്താദിൻ്റെ ഉമ്മ വന്നിട്ട് പറയാം, മുത്തഅല്ലിമീങ്ങളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, പിന്നെ ആ കോഴികളൊന്നും തുറന്നു വിട്ടിട്ടില്ലല്ലോ, അങ്ങ് പോയിട്ട് കോഴിയെ തുറന്നു വിട്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബൊക്കെ കൂട്ടി വെച്ചിട്ട് മുതഅല്ലിമീനോട് ഇരിക്കട്ടോ, ഉമ്മ പറഞ്ഞത് കേട്ട് വരാം എന്ന് പറഞ്ഞ് കോഴികൾക്ക് ധാന്യമണികൾ ഇട്ട് കൊടുത്തിട്ട് വന്നിരിക്കും. അവിടെ അഹങ്കാരം തോന്നൂല, തോന്നാൻ പാടില്ലല്ലോ. ഇന്ന് ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ചാൽ, മക്കൾക്ക് ഇൽമുണ്ട്, മക്കള് ഭൗതികം പഠിച്ചവർ എഞ്ചിനീയർമാരാണ്, ഡോക്ടർമാരാണ്. വാപ്പയോ? വാപ്പ 4ാം ക്ലാസ്സും 3ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ വാപ്പയെ കോൺവൊക്കേഷന് വിളിക്കും, അല്ലേ? എന്താണ് സന്നദ്ധാനം എന്ന് പറയില്ലേ നമ്മള്? അപ്പോൾ മംഗലാപുരത്ത് ജനപ്പോയ കോളേജിലേക്ക് പോവാണ് മോന്, അല്ലെങ്കിൽ PA കോളേജിലേക്ക് പോലെ വേറെ ഏതെങ്കിലും മുള്ളാർ, അല്ലേ? ഫാദർ മുള്ളാർ മെഡിസിൻ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലെ പോവാ. കൂട്ടുകാരൊക്കെ ചോദിക്കും, ധാരടോ?
വാപ്പാന്ന് പറയാൻ മടിയുള്ള ചില വല്യന്മാരെ ഇത് വീട്ടിലെ ഡ്രൈവറാന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം വാപ്പയാണ്. പക്ഷെ എന്താ വാപ്പാക്ക് അങ്ങനെ വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പ്രൊഫസർമാരെ മുമ്പിലൊക്കെ ചെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഈ വാപ്പ 4ാം ക്ലാസ് വർത്താനല്ലേ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മളറിയണം, അതെങ്ങാനും ഒരു പിതാവിൻ്റെ മനസ്സിൽ തട്ടി ഒരു വേദനയായി പരിണമിച്ചാൽ ആ ഒരു പാപഭാരം ഈ ലോകത്തുനിന്ന് കഴുകിക്കളയാൻ കഴിയില്ല. നമ്മുടെ വാപ്പ വാപ്പയാണ്. നമ്മുടെ അത്ര ഒരു പക്ഷെ അവർക്ക് അറിഞ്ഞില്ലെന്ന് വരാം. അവരൊക്കെ സാധുക്കളാണ്, സാധാരണക്കാർ. അവർക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. അന്ന് കഞ്ഞിവെള്ളം കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ്, മക്കള് മരിക്കാണ്ടിരിക്കാൻ. ഇന്നല്ലേ ഷവർമയും അൽഫാമും കുഴിമന്തിയൊക്കെ ആയത്. അന്ന് നമുക്ക് കഞ്ഞിവെള്ളം തരാൻ വേണ്ടി അവർ ഓടുകയാണ്. അതിനുവേണ്ടി അവർക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർക്ക് ഹൈസ്കൂൾ പഠനം കഴിഞ്ഞില്ല. അവര് 4ാം ക്ലാസ് മുതൽ അധ്വാനിക്കാൻ ഇറങ്ങി. 60-70 കിലോമീറ്റർ നടന്ന് മംഗലാപുരത്തേക്കും അതിനപ്പുറത്തേക്കും മരക്കച്ചവടത്തിനും അല്ലാത്തതിനും കന്നുകാലികളെ കൊണ്ട് യാത്ര പോവാൻ, കൊച്ചുമക്കളെ പോറ്റി വളർത്താൻ. ആ ഉമ്മയെ ഉപ്പയെ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ് എന്ന് സ്നേഹത്തോടെ പറയാൻ നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ എന്ത് ഡോക്ടറേറ്റാ, എന്ത് PhD? ദഖൽതു സമ്മത ജാഹിലൻ മുതവാദിഅൻ വഖറജ്തു മിൻഹാ ജാഹിലൻ ദുക്തൂറാ. അങ്ങനത്തെ ഡോക്ടറേറ്റാണ് ഇന്നത്തെ കാലം. കോളേജൊക്കെ പോകുമ്പോൾ നല്ല ജാഹിലാണ്, മുതവാദിഅൻ, വിനയമുള്ള ജാഹിലായിട്ടാ കോളേജിൽ പോണത്. ജാഹിലായ ഡോക്ടറേറ്റ് കിട്ടിയിട്ട് അങ്ങോട്ട് വരുന്നത്. കാരണം ദുക്തൂർ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്, ആള് ജാഹിലാണ്, ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നത്തെ പല അവസ്ഥകളും അങ്ങനെയാണ്. ഒരു കവി പറയേണ്ടത്, ഡോക്ടറേറ്റ് എടുത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ആലിമായിട്ടുണ്ട്, ജാഹിലാണ്. പക്ഷെ ഒരു കാര്യം, പോകുമ്പം വിനയുള്ള ജാഹിലായിരുന്നു. ഇപ്പൊ വരുമ്പോ ഞാൻ ഡോക്ടറാന്നുള്ള വലിയ വമ്പ് പറയുന്ന അഹങ്കാരിയായ ജാഹിലാണ്. ഈ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ദഖൽതു സമ്മത ജാഹിലൻ മുതവാദിഅ വഖറജ്തു മിൻഹാ ജാഹിലൻ ദുക്തൂറാ. അങ്ങനത്തെ ദുക്തൂർമാരാ ലോകത്തുള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമ്മയെ ഉപ്പയെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് എന്ത് പഠനം, അതെന്ത് ജ്ഞാനം. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ മഹാനായ ഹൈബത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്ലിസിൽ ഇരിക്കുമ്പോ, മോനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്ക്, തീറ്റ ഇട്ട് കൊടുക്ക് എന്ന് തന്റെ പ്രിയപ്പെട്ട മാതാവ് എന്ന് പറയുമ്പോ, ആയിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങളോട് മക്കളെ ഒന്ന് ഇരിക്കണം, എൻ്റെ ഉമ്മാക്ക് ഞാൻ ഉത്തരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ മഹാനവറുകളുടെ ജ്ഞാനം തടസ്സമായില്ല. ഒന്നും പഠിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഉമ്മയാണത്. ഉമ്മാക്ക് വലുത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തലാണ്. ഈ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇനി വരാൻ പോകുന്ന പണ്ഡിതന്മാരാണ്. ഉമ്മാക്ക് അതൊന്നും അറിയില്ല. ഉമ്മാക്ക് വലുത് ആ കന്നുകാലികളും ആടും കോഴിയൊക്കെ തന്നെയാണ്. മോനെ കോഴിക്ക് തീറ്റിട്ട് കൊടുക്കുക. ആരോട്? മഹാനായ ഹൈബത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹിയോട്. എഴുന്നേറ്റു പോകും. ഇതാണ് ജ്ഞാനം, അതാണ് പഠനം എന്ന് പറയുന്നത്, അതാണ് ജ്ഞാനം. മഹാനായ ഇബ്നു അബീ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു അബീ യുഹദ്ദിഥു അന്നഹു ഷഹിദ ഇബ്നു ഉമർ വറജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈതി ഖദ് ഹമല ഉമ്മഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലുണ്ടായ ഒരു അനുഭവമാണത്. അത് കാണുന്നത് മഹാനായ അബൂ ബുർദ റളിയല്ലാഹു അൻഹു. ഒരാൾ യമനിൽ നിന്ന് ഉമ്മയെ കൊണ്ടുവരാൻ ഉംറ ചെയ്യാൻ. ഉംറയോ ഹജ്ജോ മതാഫിൽ വന്നിട്ട് യമനിന്നേ ഉമ്മാനെടുത്തിട്ടാ വരുന്നത്. യമനിന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണ ഉംറക്കൊക്കെ പോകുമ്പോഴേ താമസിക്കുന്ന റൂമിൽ നിന്ന് മത്താഫൊക്കെ ഉമ്മാനെ തോളിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? പോകട്ടെ, തവാഫൊക്കെ നമ്മൾ വിചാരിക്കും നല്ല സുഖമുള്ള ഏർപ്പാടാണെന്ന്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കൊടുക്കും ചില നേരം ഒരു 7 ഷൗത്തങ്ങോട്ട് കിടക്കാൻ. നമ്മൾക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെടുത്ത് നടക്കാൻ നമുക്ക്, ഒരു കുഞ്ഞിന് ഉംറ ഉണ്ടെങ്കിൽ എന്ത് പ്രയാസം തോന്നുന്നുണ്ട്. ഒരു ഉമ്മാക്ക് സ്വന്തം ഉംറ ചെയ്യണം, തവാഫ്, എന്നിട്ട് കുഞ്ഞിന് വേറെ ചെയ്യണം. ഒരു കുഞ്ഞിനെടുത്ത് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് യമനിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് വന്ന ഒരാൾ തവാഫ് ഉമ്മയെ തോളിൽ വെച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ. അന്ന് ട്രോളിയോ വീൽ ചെയർ ഒന്നും ഇല്ലല്ലോ. ഉമ്മയെ തോളിൽ വെച്ചിട്ട് സഅയ് ചെയ്യുന്നു. മക്കക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ മുഹാജിറായ സ്വഹാബിയാണ്. തങ്ങളുടെ കാലശേഷം മക്കയിൽ വന്നു. മക്കയിലെ ശുഹദാ എന്ന സ്ഥലത്താണ് ഇബ്നു ഉമർ എന്നവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മഹാൻ എനിക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റി 2 ആഴ്ച മുമ്പ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളുടെ മുത്തബിഉ സുന്നയായ മഹാൻ.
ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതണമെന്ന് വസിയത്ത് ചെയ്തിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ശുഹദ എന്ന് പറയുന്ന സ്ഥലമുണ്ട് മക്കയിൽ. മാഷാ അല്ലാഹ്, അവിടെ അന്ത്യവിഷമം കൊള്ളുകയാണ്. ആ മഹാൻ മക്കയിലുണ്ട്. ഉമ്മയെ തോളിൽ വെച്ച് ഉംറ ചെയ്യാൻ കൊണ്ടുവന്ന യമനിയായ ആള്. ഇബ്നു ഉമർ അതറാനി ജസൈതുഹാ, ഇബ്നു ഉമറേ, ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ടോ? ഇത്രയൊക്കെ പോരെ? ഉമ്മാക്ക് ഉപകാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞതേ ഈ തോളിലേറ്റ് നടക്കണതൊക്കെ പോരേ എന്നാ ചോദ്യം. ഇല്ല. വലാ ബിസഫറത്തിൻ വാഹിദ, മോനെ, നിന്റെ പ്രസവമായ നേരത്ത് വേദന വരുന്നു പോകുന്നു, വേദന വരുന്നു പോകുന്നു, നീ ഒന്ന് പ്രസവിച്ച് കാണാൻ കൊതിച്ചു നിൽക്കുന്ന നേരത്ത് ആ ഉമ്മയുടെ പ്രസവ വേദനയുടെ ഒരു നേരത്തെ വേദനക്ക് പോലും നീ ഇപ്പൊ ചെയ്തത് പകരമായില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമ്മയെ ചുമലിൽ കൊണ്ടു നടന്നിട്ട് തവാഫും സഅയും ചെയ്തിട്ട് യമനിൽ നിന്നൊരു നീളം 1000ഓളം കിലോമീറ്റർ യമനിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നിട്ട് മാസങ്ങളെടുത്ത യാത്രക്കൊടുവിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഇബ്നു ഉമറേ, എൻ്റെ ഉമ്മയോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ? ലാ വലാ ബിസഫറത്തിൻ മിൻഹാ, ആയിട്ടില്ല. പക്ഷേ വലാകിൻ അഹ്സൻത വല്ലാഹു യുസീബുക അനിൽ ഖലീലി കസീറാ, പക്ഷേ നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരമാണ്. ഈ ഉപകാരത്തിന് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. വളരെ കുറഞ്ഞ കർമ്മത്തിന് ഒരുപാട് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അല്ലാഹു പ്രതിഫലം നൽകും. പക്ഷേ ഇതൊന്നും ഉമ്മ ചെയ്തതിന് പകരമായിട്ടില്ല. ആര് പറയാ? ഹബീബിന്റെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മാതൃപിതൃ ബന്ധം വല്ലാത്തൊരു വിഷയമാണ് അല്ലേ? അനല അസാലു മത്വയതഹാ ലാ അൻഫിറു വഇദ റകാഇബു ദുഇറത് ലാ അദ്അറു. എൻ്റെ ഉമ്മാക്ക് ഞാനൊരു വാഹനമായിരുന്നു, എൻ്റെ ഉമ്മാക്ക് ഞാൻ ഇരിപ്പിടമായിരുന്നു. ഇതുകൊണ്ടൊന്നും ഞാൻ ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തായിട്ടില്ലല്ലേ. മഹാന്മാർ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ താരീഫ് ചെയ്തപ്പോ ബിർറുൽ വാലിദൈൻ എന്താണ്, എങ്ങനെ ഉമ്മാക്കുപ്പ, നമുക്കൊക്കെ അറിയാം ഉമ്മയും വാപ്പയും വലിയ സംഭവമാണെന്ന്. പക്ഷെ എങ്ങനെ ഉപകാരം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ വരാൻ പോകുന്ന ഭാഗങ്ങൾ അതാ. എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്താലാണ്. ഉമ്മ മരിച്ചുപോയി, ആഗ്രഹം ഉണ്ടായിരുന്നു, അന്നൊന്നും ബോധം ഉണ്ടായില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുക എന്ന ബിർറുൽ വാലിദൈനിയുടെ താരീഫിൽ മഹാന്മാർ പറയുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഉമ്മാക്ക് ഉപ്പാക്ക് ഉപകാരം ചെയ്യൽപ്പെട്ടതാണ് ഹംലുഹാ ഇൻദ ളഅഫിഹാ. ഉമ്മാക്കോ ഉപ്പാക്കോ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ കഴിയാതെ വരുമ്പോ അവരെ ബാത്റൂമിലേക്ക്, ബെഡിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന ഉപകാരത്തിന്റെ ഭാഗമാണ്. ഹംലുഹാ ഇൻദ ളഅഫിഹാ. അവർക്ക് വയ്യാണ്ടാകുമ്പോ നമ്മൾ അവരെ എടുത്തു കൊണ്ടുപോകണം. ഉമ്മയെ എടുത്തു കൊണ്ടുപോകാനൊക്കെ ഭാഗ്യം കിട്ടിയ മഹാന്മാരായ ആളുകൾ ഈ സദസ്സിലുണ്ടായിരിക്കാം, ഇത് കേൾക്കുന്നവരിൽ ഉണ്ടായിരിക്കാം. യാ അല്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. യാ അല്ലാഹ്. ഉമയ്യ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഉമയ്യ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ജാഹിലിയവും ഇസ്ലാമും കിട്ടിയ ആളാണ്. മുഖദറം എന്ന് പറയും ഉമയ്യ. അദ്ദേഹത്തിനൊരു മകനുണ്ട്. മകന്റെ പേര് കിലാബ് എന്നാണ്. കിലാബ് എന്നും പേരുണ്ട. കിലാബ് എന്ന് പറഞ്ഞാൽ നായകൾ എന്നതിന് അർത്ഥം. അന്നൊക്കെ അറബികൾ അങ്ങനെ മൃഗങ്ങളുടെ പേരിടും, പേടിപ്പിക്കുന്ന മൃഗങ്ങളൊക്കെ. എന്നാൽ ഞങ്ങളൊക്കെ ധീരന്മാരാണ് എന്ന് ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ നമീർ, അസദ്, ഹംസ ഇതുപോലെയുള്ള പേരുകളൊക്കെ, സ്വഹാബിമാരുടെ പേരുകളൊക്കെ ഇടാം. ഇത് കിലാബ് എന്ന് പറയുന്ന താബിഇയാണ്. ഉമർ തങ്ങളുടെ കാലത്തുള്ള ആളാണ്, സ്വഹാബിയല്ല. വാപ്പ സ്വഹാബിയാണ്, ഉമയ്യ. കിലാബ് എന്ന് പറയുന്ന ഉമയ്യയുടെ മകനെ ഉമർ റളിയല്ലാഹു അൻഹു ഐലായുടെ ഗവർണറായിട്ട് നിയമിച്ചു. ഐല എന്ന് പറഞ്ഞത് ഷാമിന്റെ ഭാഗമായ ഒരു പ്രദേശമാണ്. ഐല ഗവർണറാണ്.
നല്ല ദീനുള്ള ചെറുപ്പക്കാരനാണ് കിലാബ് എന്നവര് റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഒരുപാട് കാലായപ്പോ വാപ്പാക്ക് മോനെ കാണാൻ വല്ലാത്ത ആഗ്രഹമായി. മോനെ വരുന്നില്ലല്ലോ. ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് 4-5 കൊല്ലൊക്കെ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മയും വാപ്പയും ഒന്ന് കാണാൻ കൊതിയായിട്ട് യാ അല്ലാഹ് വല്ലാണ്ട് വിഷമിച്ചു പോകും. മക്കളെ കാണാൻ കൊതിയാകുമ്പോ മക്കൾ ഉമ്മയും ഉപ്പയെ കാണാൻ വേണ്ടി വരണം. അതിന് നമ്മൾ ചെലവഴിക്കുന്ന ടിക്കറ്റ്, അത് നമ്മൾ ചെലവഴിക്കുന്ന സമയം, അത് പുണ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യോഗസ്ഥനായിട്ട് ഐലയിലേക്ക് നിയുക്തനായ കിലാബ് എന്ന് പറയുന്നവർ, അവരുടെ വാപ്പയാണ് ഉമയ്യ എന്ന സുഹാബി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, ഉമർ എന്നവരെ, എനിക്കെന്റെ മോനെ കാണാൻ കൊതിയാവുന്നു. നല്ല രസമുള്ള സംഭവമാണത്. എനിക്കെന്റെ മോനെ കാണാൻ കൊതി. അദ്ദേഹം ഒരു കവിത പാടി, രസകരമായൊരു കവിത. ലിമൻ ശൈഖാനി ഖദ് നശദാ കിലാബാ കിതാബ അല്ലാഹി ലൗ അഖലൽ കിതാബാ ഉനാദിഹി ഫയുരിദു ഫീ ഇബാഇൻ ഫലാ വഅബി കിലാബിൻ മാ അസാബാ ഇദാ സജഅത് ഹമാമതു ബിത്വീനി വാദിൻ إلى بيضاتها أدعو كلابا تركت أباك مرشعة يداه وأمك ما تسويغ لها شرابا فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا. ഉമറേ, എൻ്റെ മോൻ കിലാബ് നിങ്ങളുടെ ഉദ്യോഗസ്ഥനായ ഐലയിലേക്ക് നിയുക്തനായവനാണ്. എൻ്റെ മോൻ കിലാബിനെ കാണാൻ കൊതിയാകുന്നു. എൻ്റെ മോൻ വരുന്നില്ല ഉമറേ. മോനോട് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു, തറക്ത അബാക മുർശിഅതൻ യദാഹു وأمك ما تسويغ لها شرابا. മോനെ, നിന്റെ ഉപ്പയുടെ കൈകാലുകൾ വിറക്കുകയാണ്. നിന്റെ ഉമ്മാക്ക് ഒരു വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല മോനെ നിന്നെ കാണാതെ. മോനെ, നിന്റെ വാപ്പയായ ഞാനും നിന്റെ ഉമ്മയും മരണപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ മരണശേഷം നിനക്ക് പുണ്യം വേണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ മോനെ, അത് മരീചികയിൽ വെള്ളം തേടുന്നവനെ പോലെയാണ്. കിട്ടൂല മോനെ. ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ കിട്ടാണ്ട് മരിച്ചു പോയിട്ട് പിന്നെ വാപ്പാന്റെ കബറിങ്ങ വന്ന് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മോനെ. നിന്നെ കാണാൻ കൊതിയാവുന്ന മോനെ. എന്നിട്ട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് അലിവ് വന്നു. ഉമർ തങ്ങൾക്ക് വേദനയായി. ഒരു പിതാവ് മോനെ കാണാൻ വേണ്ടി കാണിക്കുന്ന ഒരു വെപ്രാളം. ഉമർ എന്നവർ കത്തെഴുതി കിലാബിന്, കിലാബേ, നിങ്ങൾ ഐലയിൽ നിന്ന് തിരിച്ചു വരണം. തിരിച്ചു വന്നു. ഉമർ എന്നൊരു കത്ത് കിട്ടിയപ്പോ ഈ മോന് വന്നു. വാപ്പയെ കാണിച്ചു കൊടുത്തില്ല. വാപ്പയുടെ വിവരം പറഞ്ഞു, കിലാബേ, നിന്റെ പിതാവിന് നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. നീ നിന്റെ ഉപ്പാക്ക്, അപ്പൊ ഈ കവിത ചൊല്ലിക്കൊടുത്തു ഉമർന്നവർ. നിന്റെ വാപ്പ പാടിയ പാട്ടാണിത് എന്ന് പറഞ്ഞു. ഉമർന്നവർ ഈ പാട്ടങ്ങ് ചൊല്ലിക്കൊടുത്തു. നീ നിന്റെ വാപ്പാക്ക് എന്താ ചെയ്തു കൊടുത്തിരുന്നത്? ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കൈ കൊണ്ട് പാല് കറന്ന് എൻ്റെ ഉപ്പാക്ക് കുടിക്കാൻ കൊടുക്കും. അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് കറന്നിട്ടാ കൊടുക്കുക. എന്നാ പിന്നെ കാര്യം ചെയ്യേ, നീ ഒരു കപ്പ് പാല് ഒന്ന് കറന്നിട്ട് വാ, വാപ്പ കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയൊക്കെ ഉറങ്ങിയ നേരത്ത് വീട്ടിലെ ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് ഉമർ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു കിലാബ് എന്നവര്. ഉമർ തങ്ങൾ വാപ്പയെ വിളിച്ചു. കിലാബിനോട് പറഞ്ഞു, നീ വിളിച്ചിരിക്കും, വാപ്പയുടെ മുമ്പിലേക്ക് വരല്ലേ. വാപ്പയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പയായ ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട്, ഉമയ്യ, എന്തൊക്കെയുണ്ട് വിവരം? ഞാൻ പറഞ്ഞ പോലെ തന്നെ മോനെ കാണാൻ ആഗ്രഹമുണ്ട്, മോനെ കാണാൻ കിട്ടുന്നില്ല. എന്തിനൊക്കെ കുടിക്കണ്ടേ? ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നു. ആ പാലിങ്ങട്ട് കുടിക്കുമ്പോ ഇയാള് പറഞ്ഞു, ഇന്നീല അശുമ്മു റായിഹത യദൈ കിലാബ്. ഉമറേ, എന്റെ മോൻ കിലാബിന്റെ കൈകളുടെ മണമുണ്ടല്ലോ ഈ പാലിന്. അയാൾ കണ്ടിട്ടില്ല മോൻ വന്നത്.
പക്ഷെ പാല് കുടിച്ചപ്പോഴേക്ക് ഓർമ്മ വന്നു. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് ഈജിപ്തിൽ നിന്ന് കൻആനിലേക്ക് പുറപ്പെടുമ്പോൾ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞുവല്ലോ, ഇന്നി ലഅജിദു റീഹ യൂസുഫ്. യൂസുഫ് നബിയുടെ ആ ഒരു സുഗന്ധം എനിക്ക് അനുഭവപ്പെടാൻ കഴിയുന്നു. മക്കൾ പറഞ്ഞു, വാപ്പാ യൂസുഫൊക്കെ മരിച്ചിട്ട് കാലം എത്രയായി, നിങ്ങൾ ഈ പിച്ചും പേയും പറയൽ നിർത്തിയിട്ടില്ലേ? ഇല്ല മക്കളെ, എനിക്കെന്റെ യൂസുഫിന്റെ മണം വരുന്നുണ്ട്. അപ്പോഴാ യൂസുഫ് നബിയുടെ ഖമീസ്, വാപ്പയുടെ കണ്ണുപോയ കണ്ണ് തിരിച്ചു കിട്ടാൻ മുഅ്ജിസത്തായി അല്ലാഹു നൽകുന്ന അത്ഭുതമായിരുന്നു അത്. ആ ഖമീസുമായി ഈജിപ്തിൽ നിന്ന് ആള് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു, എന്റെ യൂസുഫിന്റെ മണം വരുന്നുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ഇനി യാത്ര ചെയ്യാനുണ്ട് കൻആനിലേക്ക് എത്താൻ. യാ അല്ലാഹ്, നമ്മൾ ഈജിപ്തിൽ നിന്ന് ബസ് കയറിയാൽ തന്നെ ഫലസ്തീനിലെത്തണമെങ്കിൽ ഒരു 18-20 മണിക്കൂറുള്ളൂ. ഫലസ്തീനിലെത്താൻ അവിടുന്ന് ഫലസ്തീൻ മുഴുവൻ ക്രോസ് ചെയ്യണം. ഒരു 6-7 മണിക്കൂർ അതെടുക്കും. അത് കഴിഞ്ഞിട്ട് ജോർഡാനിൽ കടന്നിട്ട് വീണ്ടും ഒരു 10 മണിക്കൂറെങ്കിലും 7-8-10 മണിക്കൂറിൻ്റെ അടുത്ത് വീണ്ടും യാത്ര ചെയ്യണം മദീനയിലേക്ക് എത്തണമെങ്കിൽ. ഈജിപ്തിൽ നിന്ന് വിട്ടപ്പോഴേക്കും അതായത് ഇന്നത്തെ സ്പീഡ് പോകുന്ന ഈ റോഡുള്ള കാലം, അന്നത്തെ യാത്രയല്ല. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്കും യാക്കൂബ് നബി, എന്റെ യൂസുഫിന്റെ മണം വരുന്നു. ഉമയ്യ എന്നവര് പാല് കുടിച്ചം പറഞ്ഞു, ഉമറേ, എന്റെ കിലാബിന്റെ കയ്യിന്റെ ഒരു മണമുണ്ടല്ലോ ഈ പാലിന്. ഉമർ എന്നവരിങ്ങ് ചിരിച്ചു റളിയല്ലാഹു അൻഹു, സന്തോഷം കൊണ്ട്. പിന്നെ ഉമർ എന്നവർ കരയാ ഉണ്ടായത്. പിന്നെ അങ്ങ് കരഞ്ഞു, യാ അല്ലാഹ്, ഇങ്ങനെ സ്നേഹമുള്ള വാപ്പവും മക്കളുണ്ടോ? എന്നിട്ട് പറഞ്ഞു, കിലാബ് അവിടെ ഇരിക്കുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി, ഉഖ്റുജി യാ കിലാബ്, കിലാബേ ഇങ്ങോട്ട് വരിൻ. ഹാദാ കിലാബ് ഇബ്നുക് ഉമയ്യ, നിങ്ങളുടെ മകൻ കിലാബാണിത്. വാപ്പയും മോനും കെട്ടിപ്പിടിച്ചു. ഉമർ എന്നവർ പറഞ്ഞു, ജാഹിദ് ഫീ അബവൈക, കിലാബേ, നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നിങ്ങൾ സേവനം ചെയ്ത് ജീവിക്കുക. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മസമരം. ഇനി എന്റെ ജോലിക്ക് നിങ്ങൾ പോവണ്ട, ഇനി നിങ്ങൾ ഗവർണറായി ജോലി ചെയ്യണ്ട, മദീനയിൽ നിന്നേക്കണം, നിങ്ങളുടെ ഉമ്മയെ ഉപ്പയെ സന്തോഷിപ്പിച്ചേക്കണം. റളിയല്ലാഹു തആല അൻഹു. ഓരോരുത്തരും അവരവരുടെ വാപ്പമാരെ നോക്കിയ ചരിത്രം, സ്വഹാബിമാരുടെ ചരിത്രം എടുത്ത ഒരുപാട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ നോക്കിയത്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് എന്ന വാപ്പയെ നോക്കിയത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സിദ്ദീഖ് തങ്ങളെ നോക്കിയത്, ജാബിർ റളിയല്ലാഹു അൻഹു വാപ്പയായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ നോക്കിയത്, സഅദ് ഇബ്നു ഉബാദ തങ്ങളെ മകൻ ഖൈസ് ഇബ്നു സഅദ് എന്നവരെ നോക്കിയത്, അലി തങ്ങളെ ഹസൻ ഹുസൈനാർ മക്കളെ നോക്കിയത്, സുബൈർ എന്നവരും അവരുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരും ഉള്ള ബന്ധം, അബ്ബാസ് എന്നവരും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഒരുപാട് ഭയങ്കരമാണ്. എന്താണ് ഉമ്മയെ വാപ്പയെ നോക്കിയാൽ കിട്ടാൻ പോകുന്നത്? ഒന്നും ന്യൂ ജനറേഷൻ അറിയില്ല. ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കും. ഒരു ഡിപ്ലോമ കോഴ്സിൽ ഇതൊന്നും പറയില്ല. അതൊക്കെ പഠിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കിതാബും ദീനും പഠിക്കണം. ഉമ്മയെ വാപ്പയെ നോക്കി എന്താ കിട്ടാൻ പോകുന്നത്? ഒന്ന്, ദുആക്ക് ഉത്തരം ഉണ്ടാവും. ഉമ്മയും വാപ്പയും ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഗുഹയിൽ കിടന്ന 3 ആളുകൾ. ചരിത്രം നമുക്കറിയാം, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നത്. സ്വാലിഹീൻ അടക്കമുള്ള നമ്മുടെ ഹദീസിന്റെ, നമുക്ക് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഹദീസ് ഗ്രന്ഥം ഇമാം നബവി തങ്ങളുടെ റിയാദുസ് സ്വാലിഹീൻ വരെയുള്ള ചരിത്രം അല്ലേ. ഗുഹാമുഖത്ത് വന്നു, പാറ അടഞ്ഞു വന്നു, പാറ നീങ്ങിപ്പോകുന്നില്ല. 3 പേരും തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു. അവരവർ ചെയ്ത അമലുകളെ മുൻനിർത്തിയിട്ട് അല്ലേ, ചരിത്രം ഓർമ്മയുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരാൾ എന്താ പറഞ്ഞത്? അല്ലാഹുവേ, എനിക്ക് പ്രായമായ ഉമ്മയും ഉപ്പയുമുണ്ട്. എന്റെ മക്കളോ ഞാനോ എന്റെ ഭാര്യയോ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് എന്റെ മാതാപിതാക്കളെ ഞാൻ ഭക്ഷിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആടുകളെ മേച്ചു നടന്ന് നേരം വൈകുന്നേരം ഞാൻ എന്റെ പാലുമായി വന്നപ്പോ എന്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ, ആ ഉമ്മയെ പാല് കുടിപ്പിക്കാൻ നോക്കുമ്പോ ഉമ്മ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉണർത്തുന്നത് അദബുകേടാണ്. ഇതൊന്നും പല കുട്ടികൾക്കും അറിയില്ല. ഉറങ്ങുന്ന ഉമ്മാനെ പോയി വിളിക്കും, ഉറങ്ങുന്ന വാപ്പായെ പോയി ഡിസ്റ്റർബ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉറക്കൊച്ച വെച്ച് കളിക്കും. മക്കൾക്ക് അറിയുന്നില്ല ഇതൊക്കെ അദബുകേടാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉപ്പയെ വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ അവിടെ നിന്നു. എന്റെ മക്കള് കൈപിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഉപ്പാ, ഒരിറക്ക് വെള്ളം വേണം, പാല് വേണം, വിശക്കുന്നു എന്ന്. എന്റെ മക്കള് കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്.
അവരാർക്കും കൊടുക്കാതെ ഞാനും കുടിക്കാതെ നേരം പുലരുന്നവരെ എൻ്റെ ഉമ്മയുടെ അരികത്ത് ഉമ്മ ഉണരുമ്പോൾ കുടിപ്പിക്കാൻ വേണ്ടി പാൽപാത്രവുമായി നിന്നിട്ടുണ്ടല്ലോ റബ്ബേ. എൻ്റെ ഉമ്മ ഉണർന്നു നേരം വെളുത്തപ്പോ, എന്താ മോനെ ഇവിടെ? ഉമ്മ നിങ്ങൾക്ക് വേണ്ടി പാൽപാത്രവുമായി കാത്തിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല ഉമ്മ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ കുടിച്ചു, അതിന് ശേഷമാണ് ഞാൻ എൻ്റെ മക്കളെ കുടിപ്പിച്ചത്. ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറഞ്ഞപ്പോ അടഞ്ഞു കിടക്കുന്ന ഗുഹാമുഖത്ത് വന്നടഞ്ഞിരിക്കുന്ന ആ പാറ നീങ്ങുകയുണ്ടായി എന്ന ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചത് സത്യം മാത്രം പറഞ്ഞ സ്വാദിഖും മസ്ദൂഖുമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഉപകാരം, പാപങ്ങൾ പൊറുക്കപ്പെടും. വൻ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ ഉമ്മാക്കുപ്പാക്ക് ഖിദ്മത്ത് എടുത്താൽ മദീന. വൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരാൾ വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസബ്തു ദംബൻ അദീമാ ഫഹല്ലി മിൻ തൗബ. നബിയേ, ഞാനൊരു വലിയ കുറ്റം ചെയ്തു പോയി നബിയേ, എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ? വലിയൊരു തെറ്റ്. അദ്ദേഹം പറഞ്ഞില്ല എന്താണ് അതെന്ന്. തങ്ങൾ ഉടനെ ചോദിച്ചത്, ഉംറ ചെയ്യാൻ പോയിക്കോ, ഹജ്ജ് ചെയ്യാൻ പോയിക്കോ? ഒന്നല്ല. തങ്ങൾ ചോദ്യം എന്താണെന്നറിയോ? ഹല്ലക മിൻ ഉമ്മിൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? പറഞ്ഞില്ല, ഉമ്മ മരിച്ചുപോയി നബിയേ. ഹല്ലക മിൻ ഖാല, ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, ഉണ്ട് നബി, എനിക്ക് എളാമയുണ്ട്, മൂത്തമ്മയുണ്ട്. ഖാല ഫബിർറഹാ, ആ ഉമ്മായുടെ സഹോദരിക്ക് ചെന്നിട്ട് ഖിദ്മത്ത് ചെയ്തു കൊടുക്ക്, നിന്റെ വൻപാപം അല്ലാഹു പുറത്തു തരും. ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ വൻപാപം പുറത്തു തരും. ഒന്ന് ദുആക്കുത്തരം, പാപ്പാക്ക് ഖിദ്മത്ത് എടുത്തു, ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ ചെറുത് മാത്രല്ല വൻ പാപങ്ങൾ വരെ അല്ലാഹു പുറത്തു തരുന്ന കഫാറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് സമാനമായ ഒരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവര്, അതാണ് ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഇബ്നു അമ്മി റസൂലില്ലാഹ്, തങ്ങളായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മക്കയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയ, മക്കയിലെ ഹറമിൽ ദർസ് നടത്തി വഫാത്താകാൻ ത്വായിഫിലേക്ക് പോയ, ഇന്ന് ത്വായിഫിൽ അന്ത്യവിഷമം കൊള്ളുന്ന ത്വായിഫിന്റെ സെൻട്രൽ മസ്ജിദ്, ത്വായിഫിലേക്ക് കയറി ചെന്നാൽ കാണുന്നത് ബവ്വാബത്തു ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് എന്നയുടെ പേരിൽ ഒരു വലിയ ഗേറ്റ് ഉണ്ട്. അവിടെയാണ് ഹറമിൽ നടക്കണ പോലെ ത്വായിഫിന്റെ ഭാഗങ്ങളിൽ ആരും വരിച്ചാലും ഇബ്നു അബ്ബാസ് എന്നയുടെ പള്ളിയിലേക്കാണ് കൊണ്ടുവരിക മയ്യിത്ത് നിസ്കരിക്കുക. ഏത് നിസ്കാരത്തിന്റെ കൂടെയും ഹറമിൽ ഇരുന്നാ കേൾക്കൂലേ, അസ്സലാത്തു അലൽ അംവാതി റഹിമകുമുല്ലാഹ്. എല്ലാ ഫർദ് നിസ്കാരത്തിനും ഒട്ടുമിക്കതിനും മയ്യിത്ത് നിസ്കാരം ഉണ്ടാവും ഹറമിൽ. അതുപോലെ മയ്യിത്ത് നിസ്കാരം ത്വായിഫിൽ കാണാൻ പറ്റും. മസ്ജിദ് നബവിയിലും മദീനത്തുണ്ട്, പക്ഷെ ത്വായിഫിലും കാണാൻ പറ്റും. നൂറുകണക്കിന് തൂണുകളുള്ള വലിയ മനോഹരമായ ഒരു മസ്ജിദ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ പേരിലുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ മഖ്ബറ അവിടെയാണ്. ഹുനൈനിൽ ഒരുപാട് ശുഹദാക്കൾ കിടക്കുന്ന ത്വായിഫിലാണ്. മക്കയിൽ നിന്ന് ഒരു 60-70 കിലോമീറ്റർ ദൂരത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ സ്വഹാബിയാണ്, തങ്ങളാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാളൊരു കഥ പറഞ്ഞു. ഇന്ന് പല പ്രേമം തലക്കടിച്ച് ഭ്രാന്ത് പിടിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന അതിഗുരുതരമായ തെറ്റ് എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ വിഷയം അദ്ദേഹം എന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് എന്നവരോട്, ഇബ്നു അബ്ബാസ് എന്നവരെ, ഇന്നി ഖതബതു ഇംറഅതൻ ഫഅബത അൻ തൻകിഹനി, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ചു, ഓൾ പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു. വേറൊരുത്തം വന്ന് കല്യാണം കഴിക്കാൻ ആലോചിച്ചു, ഓൾ അയാളെ മതി എന്ന് പറഞ്ഞു. ആ ദേഷ്യം കൊണ്ട് ഞാൻ അവളെ കൊന്നുകളഞ്ഞു. ഫഹല്ലി മിൻ തൗബ, എന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഞാനും കൊന്നുകളഞ്ഞു. യാ അല്ലാഹ്, പടച്ചോനെ, എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു. ഫഹല്ലി മിൻ തൗബത്തിൻ, എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ? നിരപരാധിയായ ഒരു പെൺകുട്ടിയെ എനിക്കവളെ വിവാഹം ചെയ്യാൻ സമ്മതം തരാത്തതിന്റെ പേരിൽ ഞാൻ അവളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഫഗിർതു അലൈഹാ ഫഖതൽതുഹാ ഫഹല്ലി മിൻ തൗബ, എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടി, ഉമ്മുക ഹയ്യ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്.
തുബ് ഇലല്ലാഹി അസ്സ വജല്ല. എന്നാ പിന്നെ ഒന്നും പറയാനില്ല, അല്ലാഹുവിനോട് തൗബ ചെയ്യേ. വതഖറബ് ഇലൈഹി മസ്തതഅത്, വതഖറബ് ഇലൈഹി മസ്തതഅത്. അല്ലാഹുവിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ചെയ്യ്, പരമാവധി അല്ലാഹുവിലേക്ക് അടുക്കാൻ നോക്ക്, തൗബ ചെയ്യ്. ഉമ്മല്ലല്ലേ ഇല്ല എന്ന് പറയും, തൗബ ചെയ്യ്, അല്ലാഹു പുറത്തരട്ടെ. അദ്ദേഹം പോയപ്പോ ആളുകൾ ചോദിച്ചു. ഈ ഹദീസ് ഇമാം അൽ ബുഖാരി തങ്ങൾ അൽ അദബുൽ മുഫ്രദിൽ, സ്വഹീഹിലല്ല അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വഹീഹായ ഹദീസ്. അപ്പോ ആളുകൾ ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസ് എന്നവരെ, ഈ അസർ ഇബ്നു അബ്ബാസ് എന്നവരെ, അയാൾ തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചത്? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർറിൽ വാലിദ. ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ വേറൊരു അമലുള്ളതായിട്ട് എനിക്കറിയില്ല. അതല്ലേ ഏറ്റവും വലിയ അമല്. അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ദൗമത്തുൽ ജന്ദലിൽ നിന്നൊരു പെണ്ണ് വരുന്നു. അവൾ സിഹ്ർ ചെയ്യുന്ന പെണ്ണായിരുന്നു. സിഹ്ർ ചെയ്യുന്ന പെണ്ണുങ്ങളെ, പൊന്നാര പെണ്ണുങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടോളൂ. ഇത് കേൾക്കുന്ന, ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടായി, പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവരെ. സിഹ്ർ അക്ബറുൽ ഖബായിറാണ്. അള്ളാഹിനെ പേടിച്ചോളൂ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്, ചെറുതല്ല. ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്നുദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ, അത് തലപ്പാവ് കെട്ടിയ ഉസ്താദുമാർ വരെ അതിലുണ്ട്, സിഹ്ർ ചെയ്യുന്നവർ. അള്ളാഹു അവർക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കട്ടെ. എന്താണ് തൊൽസമാത്ത്, എന്താ അസ്മാ എന്ന് പറയാൻ കിട്ടുന്ന പുസ്തകം വെച്ചിട്ട് കള്ളി വരച്ചിരിക്കുകയാണ്. പച്ചയായ സിഹ്ർ ചെയ്യുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക, പ്രയാസപ്പെടുത്തുക, രോഗികളാക്കിയ, പിശാചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക. ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോകണം, ഇന്നാളെ കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞ് സിഹ്റിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ്. ഇത് പറയാതെ വയ്യ. പൊന്നാര പെണ്ണുങ്ങളെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടോളി. ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി, ഒരാൾക്ക് നിങ്ങൾ 100 രൂപ കൊടുത്താൽ മതിയാവും. ചിലപ്പോ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ. ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ സിഹ്ർ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും. മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ സിഹ്ർ ചെയ്യിപ്പിക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഖുർആൻ വമിൻ ശർറിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന നഫ്സുകൾ എന്നവിടെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ, സിഹ്ർ ചെയ്യുന്ന പണി ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് അല്ലാഹു അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടോളൂ. എങ്ങാനും തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ്. അള്ളാഹു ആ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ. ഒരു മനുഷ്യനോട് ദുൽമ് ചെയ്യാൻ, ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ, ആരോടെങ്കിലും ദേഷ്യമുള്ളതിന്റെ പേരിൽ ഇതുപോലെയുള്ള സിഹ്റിന്റെ പണി ഒരാൾക്കും ഈ ശറഅ് അനുവദിച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ല. പഠിക്കൽ ഹറാമാണ്, അത് ചെയ്യൽ ഹറാമാണ്, അത് ചെയ്യുന്നവരടുത്ത് പോകൽ ഹറാമാണ്, അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാണ്, പൈസ കൊടുക്കൽ ഹറാമാണ്. അതിന്റെ പേരിൽ ഈ പച്ചയായ സിഹ്ർ നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും ഉസ്താദന്മാര് പലരും, അതിൽ നല്ല ആൾക്കാരുണ്ട്, സ്വാലിഹീങ്ങളായ ആബിദീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ദുആ ചെയ്യുന്ന, റുഖിയ ചെയ്യുന്ന, നല്ല ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിന്റെ അടിയിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് സിഹ്ർ ചെയ്യിപ്പിക്കുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക. അവനൊരു എൻ്റെ അയൽവാസി പെണ്ണ് കുടുങ്ങണം, ഇവനിങ്ങനെ അടങ്ങേറാവണം, അവൻ്റെ ആ വീടൊന്ന് നഷ്ടപ്പെടണം, അവൻ്റെ ആ ജോലി ഒന്ന് പോയി കിട്ടണം, അവനൊന്ന് തലകുത്തനെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഇതൊക്കെയാ ലക്ഷ്യങ്ങൾ. സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ. ഇതൊന്നും ഒരു നിലക്കും അള്ളാന്റെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റൂലേ. ലാ നുഹല്ലിലു ഹറാമൻ വലാ നുഹർരിമു ഹലാലൻ. ഒരു ഹലാലിനെ ഹറാമാക്കാനോ ഒരു ഹറാമിനെ ഹലാലാക്കാനോ ഒരു പടപ്പിനെ കൊണ്ടും പറ്റില്ല. ഹറാം ഹറാമ് തന്നെയാണ്. അത് കെട്ടി ചെയ്താലും കെട്ടാതെ ചെയ്താലും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സാഹിറത്തിന് വലിയ ശിക്ഷയാണ് ശറഅ് വിധിച്ചിട്ടുള്ളത് സിഹ്ർ ചെയ്യുന്നവർക്ക്. അങ്ങനത്തെ ഒരു പെണ്ണ് ദൗമത്തുൽ ജന്ദലിൽ നിന്ന് വന്നു. സൗദി അറേബ്യയുടെ ഖസീം അഹ്സാഇന്റെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ദൗമത്ത് ജന്ദൽ. അവിടെ നിന്നൊരു പെണ്ണ് വന്നു. ആ പെണ്ണ് മദീനയിൽ വന്നിട്ട് കരയാണ്. ആ പെണ്ണിന് അന്ന് അറിയില്ലായിരുന്നു. അവള് സിഹ്ർ ചെയ്ത് കൊടുക്കും. ആളുകൾ വരുന്നു, സിഹ്ർ ചെയ്ത് മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കുക,
കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി, അവരുടെ നഖം, അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയ്, പിഞ്ചു മക്കള്, ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തായിരിക്കും അള്ളാഹു അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ? അല്ലാഹു അഅലം. യാ അല്ലാഹ്, എത്ര വലിയ ദുൽമാണത്! വലിയ ദുൽമാൻ. ചെയ്യല്ലേ, ആരും അതിന് കൂട്ടുനിൽക്കല്ലേ, ആരും അത് ചെയ്തു പോവല്ലേ. ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സിഹറായിരിക്കും, അതിന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സിഹറാണ്, യാതൊരു സംശയവുമില്ല. അത്തരം ആളുകളുടെ അടുത്ത് പോകാനും പാടില്ല, അവരെ സമീപിക്കാനും പാടില്ല. അവര് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്, പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും. ഇതൊക്കെ അറദുൽ ഹയാത്തി ദുനിയ, 2 റുപ്യ കിട്ടിയെന്ന് വരും അല്ലേ, ദുനിയാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി വലിയ ഉഷാറായി എന്ന് വരും. ഖബറിൽ ചെന്ന് കിടക്കുന്നൊരു ലോകം നമ്മൾ കാത്തിരിക്കണില്ലേ, പരലോകം നമ്മൾ കാത്തിരിക്കണില്ലേ? നമ്മൾ എന്താ വിചാരിച്ചത്? ഇവിടുന്ന് സിന്ദാബാദ് വിളിച്ച് നീങ്ങിപ്പോകുന്ന ജീവിതമാണോ ഇത്? അള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ, അള്ളാഹുവിനോട് ഹിസാബിനെ പറയണ്ടേ? അള്ളാഹുവിന്റെ ഇബാദത്തുകളെ ബുദ്ധിമുട്ടാക്കാൻ എന്ത് ന്യായം നമ്മൾ പറയും? അള്ളാഹുവിനോട് എന്ത് ന്യായം പറയും? നമുക്ക് എന്താ റബ്ബിനോട് പറയാനുണ്ടാവുക? ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ ദുൽമുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, അള്ളാഹിനെ പേടിക്കേണ്ട വിധം പേടിച്ചോളൂ എന്ന് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. വല്ലാഹു അലാ ദാലിക ഷഹീദ്. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, സിഹർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. കൈരേഖ നോക്കുന്ന ഒരാളുടെ അടുത്ത് പോകുന്നത് പോലും അങ്ങനെയല്ലേ പറഞ്ഞത്? മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈരേഖ നോക്കുന്ന ഒരാൾ, കൈരേഖ വെറുതെ പറയും, കൈ നോക്കട്ടെ, എനിക്കൊന്നും വേണ്ട, നിങ്ങളൊന്നും തരണ്ട, ഞാൻ വെറുതെ നോക്കിക്കോട്ടെ, അങ്ങനെ കൈ നീട്ടി കൊടുക്കാൻ, നിങ്ങൾക്ക് എത്ര ആയുസ്, ഇന്നതൊക്കെ നടക്കും എന്ന് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കൈ നീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തുപോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞ എന്താ വേണ്ടത്? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഒരാൾ വിശ്വസിക്കാതെ വെറുതെ ചെയ്തു, 40 ദിവസത്തെ അയാളുടെ ഇബാദത്തുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയില്ല. 40 ദിവസത്തെ അമല് എങ്ങനെയാണെന്നറിയോ? വെറുതെ ഒന്ന് വായിച്ചു, കൈരേഖാശാസ്ത്രം വെറുതെ വായിച്ചു, ഒരു എന്താ പറയാ, ആസ്ട്രോളജി എന്നല്ലേ പറയാ അതിന്, ഹോറോസ്കോപ്പ് അല്ലേ, എന്താണ് മലയാളത്തിൽ പറയല്ലേ, എന്താണ്, രാശി നോക്കുന്ന പരിപാടി. അത് വെറുതെ വായിച്ചു രസായിട്ട് 40 ദിവസത്തെ അമല് പൊളിഞ്ഞു പോകും. വെറുതെ വായിച്ചാൽ വിശ്വസിച്ചോ ഇസ്ലാമിന്ന് പുറത്തും പോകും. എന്റെ നാൾ ഇന്നതാലേ, അപ്പൊ എനിക്ക് അടുത്ത ആഴ്ച ഇന്നത് വരുമല്ലേ, ആ എഴുതിയതോ പറഞ്ഞതോ വിശ്വസിച്ചാൽ ഇസ്ലാമിന്ന് പുറത്തുപോയി ഹബീബിന്റെ ഹദീത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവം. പിന്നെന്റെ സാഹിറിന്റെ വിഷയങ്ങൾ, സാഹിര്യങ്ങൾ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വരുന്നവരാ. ദൗമത്തുൽ ജന്ദലിൽ നിന്ന് ഒരു പെണ്ണ് വന്നു, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് കഥ പറയുന്നത്. ആയിഷ ബീവി പറയുന്ന ഒരു പെണ്ണ് കരഞ്ഞു ഓടി നടക്കുന്നുണ്ട് മദീനയിൽ. എന്താ കാരണം? ഒരുപാട് ആളുകൾക്ക് സിഹർ ചെയ്ത പെണ്ണാണ്, ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച പെണ്ണാണ്, പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ തേടി വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് നന്നാവണം. പറഞ്ഞില്ല, വിവരില്ലായിരുന്നു, സിഹർ ചെയ്യുകയായിരുന്നു പണി. റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ, ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നു. മദീനയിൽ വന്നു. ഞങ്ങൾ പറഞ്ഞു ഹബീബ് വഫാത്തായി കിടക്കുകയാണ്, ഹബീബിന്റെ റൗളയാണിത്. ഹബീബിന്റെ റൗള കാണിച്ചപ്പോ പെണ്ണ് പൊട്ടിക്കരഞ്ഞു. മദീനയിൽ അലഞ്ഞു തിരിഞ്ഞ് ഓടി കതച്ച് കരഞ്ഞു നടക്കുന്നു. ആയിഷ ബീവി പറയുന്നു, ആ പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് എന്തോ ദയാവായ്പ തോന്നിപ്പോയി. അത്രക്കും കരഞ്ഞു നടക്കുന്നു. എന്റെ റസൂല് മരിച്ചു പോയല്ലോ, എന്റെ ഹബീബ് വഫാത്തായി പോയല്ലോ. ആരോടാ റബ്ബേ ഞാൻ എന്റെ പരാതി പറയാ? വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. മുഅ്മിനീങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്, മുഅ്മിനീങ്ങൾക്ക് നബിയുടെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്. ഹബീബായി നബി മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ സിഹർ ചെയ്ത് നടന്നിരുന്ന ഈ പെണ്ണ് കരഞ്ഞ് മദീനയിലൂടെ കരഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം തോന്നി എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവര് നബിയെ ചോദിച്ചു വന്നതാണ്.
ഹബീബായ നബിയില്ല. അപ്പൊ അവര് പറഞ്ഞു, ഏതെങ്കിലും സ്വഹാബിമാരുണ്ടോ, ആരെങ്കിലും ഒന്ന് എനിക്ക് ഫത്വ നൽകുമോ? സിഹ്ർ ചെയ്ത് നടന്ന എനിക്ക് ഇനി തൗബയുണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തൗബ ചെയ്ത് നടക്കാൻ വന്നതാണ് അവര്. കൈഫ അതൂബ്. സ്വഹാബിമാര് മുഴുവനും പേടിച്ചു പോയി. എന്താണ് ഈ പെണ്ണിനോട് പറയുക? എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത്? അവർക്കറിഞ്ഞില്ല എന്താ മറുപടി കൊടുക്കുക എന്നത്. അവസാനം സ്വഹാബിമാരിൽ ചില ആളുകൾ ഈ പെണ്ണിന്റെ പരിതാപകരമായ കരച്ചിൽ കണ്ടപ്പോ പറഞ്ഞു, ലൗ കാന അബവാകി ഹയ്യൈൻ ഔ അഹദഹുമാ ലകാന യക്ഫിയാനിക്. പെണ്ണേ, നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ, രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു. പക്ഷേ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനെ തൗബ ചെയ്യാനാ ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു. ഇതാണ് സിഹറിന്റെ അപകടം. ആ സിഹർ ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത്, പരിഹാരമായി പറഞ്ഞത്, നിന്റെ ഉമ്മയെ ഉപ്പയെ പോയി ഖിദ്മത്ത് ചെയ്യണേ എന്നായിരുന്നു. സഹോദരങ്ങളെ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അത് സ്വർഗത്തിന്റെ വാതിലുകളാണ്. മൂന്നാമത്തേത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ഏർപ്പാടുകളിൽ ബറക്കത്തുണ്ടാകും. അതിൽ നിന്ന് ഉമ്മയെ ഉപ്പയെ നമ്മൾ സംരക്ഷിക്കുന്ന കാലം നബി തങ്ങൾ പറയുമായിരുന്നു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അഥരിഹി ഫൽയസ്വിൽ റഹിമഹ്. ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതാർക്കാ ആഗ്രഹമില്ലാത്തത്? അതുകൊണ്ടല്ലേ നമ്മൾ ഏത് വലിയ രോഗം വന്നാലും കീറി മുറിക്കാൻ കടന്നു കൊടുക്കുന്നത്, കുറച്ചെങ്കിലും ജീവിക്കട്ടെ. ആർക്കാ ആഗ്രഹമില്ലാത്തത്? എല്ലാവരും അതിനപ്പോൾ ഹോസ്പിറ്റലിൽ കൂടുന്നത്, ഇപ്പൊ മരിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് മരിച്ചാൽ മതി അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കൊക്കെ ജീവിതത്തിൽ ആയുസ് ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മനുഷ്യന്റെ ഏർപ്പാടുകളിലും ഭക്ഷണത്തിലും ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മയെ ഉപ്പയെ കുടുംബ ബന്ധങ്ങളെ നന്നായി പരിപാലിച്ചു പോരട്ടെ. അതാണ് അതിന്റെ പരിഹാരമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. മാതാപിതാക്കളെ നോക്കിയാൽ എന്തുണ്ട് കൂലി? എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും വഴിയെ വരികയാണ്. എന്തൊക്കെയാണ് കൂലി? ഒന്ന്, ദുആക്കുത്തരമുണ്ട്. 2, വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. 3, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും, ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. 4, മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കള് നമ്മളോട് പെരുമാറാൻ പോകുന്നത്. സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, റഅയ്തു റജുലൻ യദ്രിബു അബാഹു ഫീ മൗദിൻ. വാപ്പയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഒരു പാറക്കെട്ടിന്റെ അടുത്ത് വാപ്പയെ കൊണ്ടുവന്ന മകൻ അടിയോടടി. ഞാൻ ചോദിച്ചു, എന്തായത്? നീ നിന്റെ വാപ്പയെ തല്ലാണോ? അടികൊള്ളുന്ന വാപ്പ പറഞ്ഞു, ഖല്ലൂ അൻഹു, എന്റെ മകനെ വിട്ടേക്കണേ, മകനെ ഒന്നും ചീത്ത പറയണ്ട. എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. അതിന് പകരം അല്ലാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സാബിത്തുൽ ബുനാനി എന്ന താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ. ബിർറു അബാഉകും തബുറുകും അബ്നാഉകും. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു. ഇത് അല്ലാഹുവിന്റെ അദ്ലിന്റെ, അല്ലാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ്. അല്ലാഹുവിന്റെ നീതിയാണത്. രക്ഷപ്പെടൂല. എനിക്കറിയാം പേഴ്സണൽ പല കഥകളും, പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. എത്രയോ വീടുകൾ അമ്മായിമ്മ പോര് കാണിച്ച സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് അമ്മായിമ്മന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ, ഇന്നത്തെ വല്യുമ്മ, ഇന്നത്തെ അമ്മായിമ്മ കണ്ണുനീര് കുടിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയുമായിരിക്കും.
ഇത് അല്ലാഹുവിന്റെ ഒരു അദലാണ്. ദുന്യാവെന്ന് തീർക്കും, തീരൂല, പരലോകത്തുമുണ്ട്. നാലാമത്തെ ഗുണമതാണ്. അഞ്ചാമത്തേത്, അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ, അത് അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ, അത് അല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൻ്റെ അടയാളമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്തുപകാരമാണ് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും? എന്തൊക്കെ? ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട്. അങ്ങനെയൊക്കെ ഗൾഫുകാർ വിചാരിക്കും ചെലവിന് അയച്ചു കൊടുത്താൽ മതിയെന്ന്. അത് മാത്രമല്ലല്ലോ, അവരോടൊരു നല്ല വാക്ക്, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഇടപെടൽ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മാതാപിതാക്കളുടെ കൈ പിടിച്ച് മുത്തണം, അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം. നെറ്റിയിൽ ചുംബിക്കുക, കൈകൾ ചുംബിക്കുക. മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിർറിൽപ്പെട്ടതാണത്. കാല് പിടിച്ച് ചുംബിക്കുക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ തീർത്തു പറയാൻ കഴിയും, കൈയും നെറ്റിയും ചുംബിക്കണം. മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മവക്കൽ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതെന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരിന് എന്തു ചെയ്യും? മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവരിന് എന്തു ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നബി തങ്ങൾ മറുപടി തരുന്നു, ഇർജിഅ ഇലൈഹിമാ ഫഅദ്ഹികുഹുമാ കമാ അബ്കൈതഹുമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോരുന്ന ഒരു സ്വഹാബി, നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വരുമ്പോൾ അവർ കരയുകയായിരുന്നു. ഞാനൊരു മോനെ അവർക്കുള്ളൂ. ഞാൻ മരിച്ചുപോയാൽ, ഷഹീദായാൽ അവർക്ക് ആരുമില്ല. അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു നബിയെ. എന്നാലും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു, ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി കൊടുത്ത മറുപടി, ഇർജിഅ ഇലൈഹിമാ, അവരിലേക്ക് നീ തിരിച്ചു പോ. ഫഅദ്ഹികുഹുമാ കമാ അബ്കൈതഹുമാ, അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്കേ. അതാണ് അതിന്റെ പ്രായശ്ചിത്തം. അവരെ ദേഷ്യപ്പെടുത്തിയാൽ പ്രായശ്ചിത്തം എന്താ? അവരെ സന്തോഷിപ്പിക്കുക. അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അത് തന്നെയാണ് അതിന്റെ പ്രായശ്ചിത്തമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ലാ തതഖദ്ദം അലൈഹി ഫിൽ മശി ഇല്ലാ ലിദ്ദറൂറ. ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത്. നീ അവരുടെ ബാക്കിലാ നടക്കേണ്ടത്. നീ വലിയ ആളായിരിക്കാം, പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെക്കാളും വലിയ ആളുകളാണ്. അതന്നെ, അവരാണ് മുമ്പിൽ നടക്കേണ്ടത്, നീ ബാക്കിലാ നടക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട്, വേഗം പോയിട്ട് വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാ, മുമ്പിൽ നടന്നോ. അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുകയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത്. ഇത് ശറഅ് പഠിപ്പിക്കുന്ന നിയമമാണ്. മഹാനായ പണ്ഡിതൻ ഉമർ ഇബ്നു ദർർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായ ദർർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ദുആയുണ്ട്. ഉമർ ഇബ്നു ദർർ എന്നവരെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞ മഹാൻ. അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ലഹ്. ഇത് വലിയൊരു ചരിത്രമാണ്. മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ മകന് കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ്. അതിന്റെ ശകലം മാത്രം ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു ദർർ എന്നവർ മരിച്ചപ്പോ വാപ്പ പറയുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖ്ഖി ഫഗ്ഫിർ ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖ്ഖിക. അല്ലാഹുവേ, എൻ്റെ മകൻ ഉമർ ഇബ്നു ദർർ മരിച്ചു കിടക്കുകയാണ്.
പടച്ചവനെ, എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അല്ലാഹുവേ, ഞാനത് എൻ്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, എൻ്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവുമുണ്ടെങ്കിൽ എൻ്റെ മോന് പുറത്തു കൊടുക്കണേ. ഒരു വാപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന. പടച്ചവനെ, എൻ്റെ മോൻ ഉമർ ഇബ്നു ദർർ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ. മാ മശാ മഈ ഖത്തുൻ ബിലൈലിൻ ഇല്ലാ കാന അമാമി. രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മോൻ എൻ്റെ മുമ്പിൽ നടക്കും. വമാ മശാ മഈ ഫീ നഹാരിൻ ഇല്ലാ കാന വറാഇ. പകല് നടക്കുകയാണെങ്കിൽ എൻ്റെ മോൻ എൻ്റെ ബാക്കിലായിരിക്കും. ഞാൻ താഴെ ഇരിക്കുമ്പോ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു. അല്ലാഹുവേ, അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ്. ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവേ, നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കണമേ. എന്നിട്ട് തൽഖീൻ ചെല്ലുന്ന പോലെ ഉമർ ഇബ്നു ദർർ എന്നവരുടെ ഖബറിന്റെ അരികത്തിരുന്ന് വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് മകനെ കുറിച്ച്. അതിൽ പറയുന്ന ഭാഗം ഇതാണ്: മുമ്പിൽ നടക്കൂലായിരുന്നു പകലിൽ, രാത്രി എൻ്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക. 2, പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത്. രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നൊക്കെ ഏറ്റവും വെളിച്ചൊക്കെ ഉള്ളതല്ലേ, അവരാണ് മുമ്പിൽ പോവേണ്ടത്. 3, എന്ത് ചെയ്യാൻ പറ്റുന്നു? മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കരുത്. ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ എന്ന് പറയൂലേ, ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ. കുട്ടികളൊക്കെ തുറിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ്. നമുക്ക് അറിയുമെന്നറിയില്ല. പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ വരുന്ന ആദ്യമായിട്ട് നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. ഓലൊക്കെ നോക്കിയിട്ട് അടിമുടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും. ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് നിസ്കരിക്കാൻ വരില്ല. നമ്മൾ ഒരാളെ തുറിച്ച് നോക്കാൻ പാടില്ല. ഇങ്ങനെ നോക്കുക, ഒരാളുടെ മുഖത്തേക്ക് തന്നെ അങ്ങ് തുറിച്ചിങ്ങനെ എന്തോ ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കരുത്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറിച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു. ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണത്. ഉമ്മയെ നോക്കി പേടിപ്പിക്കുക, ബാപ്പയെ നോക്കി പേടിപ്പിക്കുക. പൈസ വേണം, തരാൻ പറ്റൂല. എനിക്ക് മൊബൈൽ വേണം, ഇപ്പൊ വാങ്ങണ്ട എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ. ബാപ്പയെ നോക്കി പേടിപ്പിക്കുക, ഒരു ജാതി ഒരു പിശാച്ചിന്റെ ഒരു നോട്ടം നോക്കുന്ന, തുറിച്ചു നോക്കുക ഉമ്മയുടെ ഉപ്പയുടെ മുഖത്ത്. അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത്. തുറിച്ചു നോക്കരുത് ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക്. വല്ല ചുമരുമൊക്കെ തുറിച്ചു നോക്കുക എന്നല്ലാണ്ട് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല എന്നാണ്. ദുആ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ. ഉസ്താദുമാരൊക്കെ ദ്വാരക്കുമ്പോൾ മുച്ചാലിമീങ്ങൾക്ക് വേണ്ടി പറയാം. നിങ്ങൾ ദ്വാരക്കുന്ന കൂട്ടത്തിൽ പറയില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, അങ്ങനെ ദ്വാരന്നിട്ട് പറഞ്ഞിട്ട് ഇടക്കണ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ഹുമാ എന്ന് പറഞ്ഞാൽ ദമീറിന് മർജിഅ് വേണം. അത് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വാലിദൈനെ കുറിച്ച് പറയാം. അതുകൊണ്ട് ആദ്യം ഒരു വാലിദൈൻ എന്ന് പറഞ്ഞിട്ടേ റബ്ബിർഹംഹുമാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ എന്ന് പറയാവൂ. ദ്വാരക്ക് ചിലയിടത്തൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അങ്ങനെ ദ്വാരക്ക് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ. മർജിഅ് ഉണ്ടാവില്ല. ഈ ദമീർ എങ്ങോട്ടാ മടങ്ങേണ്ടത്? മാതാപിതാക്കളിലേക്കാണ്. ഇതിന്റെ ഒരു മർജിഅ് പറയണം. മാതാപിതാക്കൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീന റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ അങ്ങനെ പറയാം. ശ്രദ്ധിക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങൾക്കുള്ളതാണ്, സാധാരണക്കാർക്കുള്ളതല്ല. ആ ഒരു മർജിഅ് ദമീർ പറയുമ്പോൾ ഇതിന്റെ മർജിഅ് പറയണം, മുമ്പ് പറഞ്ഞിരിക്കണം. ആയത്തിൽ അത് വന്നതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ എന്ന് പറഞ്ഞു പോരുന്നത്. അല്ലെങ്കിൽ റബ്ബിർഹം വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് തന്നെ അത് വരയ്ക്കേണ്ടത്.
ഇബ്രാഹിം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആയുണ്ട്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് വെള്ളിയാഴ്ച ഖുതുബയുള്ള ദിവസമാണല്ലോ. ഈ ഖുതുബയുടെ അവസാന ഭാഗം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലം മുതലുള്ള ആ ഒരു ആയത്തുണ്ടല്ലോ നമ്മൾ ഓതുന്ന, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അത് കഴിഞ്ഞിട്ടല്ലേ ഇഖാമത്ത് കൊടുക്കുക. നമ്മൾ ഖത്തീബ് ഉസ്താദുമാരോട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ്, ആ ആയത്തിൽ വഖഫ് ചെയ്യുമ്പോഴേ ചിലരെങ്കിലും വൽ ബഗി യഅദുകും ലഅല്ലകും എന്ന് പറയും. അങ്ങനെ 3 കാര്യങ്ങളാണ് അല്ലാഹ് അംറ് ചെയ്യുന്നത്, 3 കാര്യങ്ങളാണ് അവിടെ നഹി ചെയ്യുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ, അദ്ൽ ഇഹ്സാൻ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഇത് 3ഉം ചെയ്യരുത്. അപ്പൊ ബഗീന്റെ അവിടെ വഖഫ് ചെയ്യാണെങ്കിൽ വൽ ബഗി യഅദുകും, അങ്ങനെയല്ല, വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇത് ലൈവ് കേൾക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്, ഇവിടെ ഉള്ളവർക്ക് തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. വൽ ബഗി യഅദുകും പോവരുത്, വൽ ബഗി ബാക്കക്ക് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി അടക്കട്ടെ, അങ്ങനെയാണ് ഇത് വരേണ്ടത്. അല്ലെങ്കിൽ അർത്ഥവ്യത്യാസവും ആയത്തിന്റെ ആ ഒരു ഘടനയിലും അത് അസുഖകരമായ അർത്ഥം വരും. അത് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആയുണ്ട്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, പടച്ചവനെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരയണമേ. എൻ്റെ വീട്ടിൽ മുസ്ലിമായി കടന്നു വന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വളരെ വിശാലമായൊരു ദുആയാണത്. മാതാപിതാക്കൾ ദുആ ചെയ്തു കൊടുക്കുക. 4, മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുക. പിന്നെ വഅദാണ്, നാളെ മറ്റന്നാൾ 4 ദിവസം ഇവിടെ വഅദുണ്ട്. നമ്മൾ സംഭാവന ചെയ്യണം. നമ്മൾ ഈ ബക്കറ്റ്, എന്താ ബക്കറ്റ് അവിടെ വന്ന് നിന്നു പോയത്, അത് അല്ലേ, സംഭാവന വേണ്ടേ? ആരുമില്ലല്ലോ. ഇങ്ങനെ ഒരു മാഷാ അല്ലാഹ്, എല്ലായിടത്തും ബക്കറ്റ് വേഗം വരും. പെട്ടെന്ന് വരും. ഇത് എല്ലാവർക്കും സ്വതക്ക ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. എന്തെങ്കിലും കരുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. നാളെ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഉമ്മ വാപ്പമാർ മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എന്താ കാര്യം എന്നറിയാം, നിങ്ങൾക്കും കിട്ടും, ഉമ്മാക്കും വാപ്പാക്കും അതിൻ്റെ കൂലി കിട്ടും. അല്ലേ, അത് അതിനുള്ള ബക്കറ്റ് തന്നെയല്ലേ? ആണോ? അതിന് പോയി വന്നതാണോ? പെണ്ണുങ്ങടുത്ത് പോയിട്ടുണ്ട്, ആണുങ്ങൾക്ക് കൂലിയിട്ടുണ്ടേ. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും കൊടുക്കുക. അൽഹംദുലില്ലാഹ്, കൊടുത്തു ബിസ്മില്ലാ. ആരെങ്കിലും സ്വതക്ക കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അങ്ങ് നിർബന്ധിക്കാനല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. നല്ല നമ്മുടെ 25 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദഫ് സംഘമാണിത്. ഒരുപാട് പാവപ്പെട്ട യതീമക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, സേവനവും സുരക്ഷയും ചെയ്യുന്ന ഒരു സംഘടനയാണിത്. ഇൻഷാ അല്ലാഹ്. എന്നോട് കുമ്പോൾ തങ്ങളും പറഞ്ഞു അവർക്കൊക്കെ സഹായിക്കണമെന്ന് ആൾക്കാരോട് പറയണം, നന്നായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടി പറയാണ്. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് സഹായിക്കണേ, നല്ല സഹായം കൊടുക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക. ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യർഫഉ ദറജതൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്നഹ്. സ്വാലിഹായ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗ്ഗലോകത്തെ സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുമ്പോൾ അയാൾ പറയും, യാ റബ്ബി അന്നാലി ഹാദിഹി, എന്തേ റബ്ബേ എനിക്ക് സ്ഥാനം ഉയരാൻ കാരണം? സ്വർഗത്തിൽ ഒരുപാട് തട്ടുകളുണ്ടെന്നാണ്. ഒരു ബിൽഡിങ്ങിന്റെ തട്ട് പോലെയല്ല, ഒരു തട്ടും അടുത്ത തട്ടുമിടയിലുള്ള വ്യത്യാസം, മാ ബൈന സമാഇ വൽ അർദ്, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്തേ പടച്ചവനെ എനിക്ക് ഒരു അപ്ഗ്രേഡ് തന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി വരും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സ്ഥാനമുയർന്നതാണ്.
എന്തൊരു ഭാഗ്യമാണതല്ലേ. ഖബറിൽ കിടക്കുന്ന വാപ്പയെ അല്ലാഹു തആല സ്ഥാനം ഉയർത്തുകയാണ്. കാരണം എന്തേ? ജീവിച്ചിരിക്കുന്ന മക്കള് ദുആയിരക്കാണ്, പടച്ചവന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, മരിച്ചുപോയ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന ദുആ സ്വീകരിക്കപ്പെടുമ്പോ ഉമ്മയുടെ ഉപ്പയുടെ സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുന്നുണ്ടെന്ന് ഹബീബനാ റസൂലുള്ളാഹ്. ഒരു ആള് വന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. ഇന്ന ഉമ്മി തൂഫിയത് അയംഫഉഹാ ഇൻ തസദ്ദഖ്തു അൻഹാ. എന്റെ ഉമ്മാക്ക് പകരം ഞാൻ സ്വതക്ക ചെയ്താൽ അത് ഉമ്മാക്ക് ഉപകാരപ്പെടുമോ? ഉമ്മ മരിച്ചുപോയി നബിയെ, ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ പറ്റുമോ? ഖാല നഅം. ഹബീബായ തങ്ങൾ പറഞ്ഞു, നഅം, അതെ. فإن لي مخرافا فأشهدك أني قد تصدقت به عنها. നബിയേ, എനിക്ക് നല്ലൊരു തോട്ടമുണ്ട്, നല്ല പഴവർഗ്ഗങ്ങളുള്ള തോട്ടം. അതിനാണ് മിഹ്റാഫ് എന്ന് പറയാം. നല്ല പഴവർഗ്ഗങ്ങളുള്ളൊരു തോട്ടമുണ്ട്. ആ തോട്ടം ഉമ്മാക്ക് പകരമായി ഞാൻ സ്വതക്ക ചെയ്യുകയാണ് എന്ന് ഹബീബിനെ സാക്ഷിയാക്കി സ്വതക്ക ചെയ്തു. നമ്മളൊക്കെ പറയില്ലേ, പണ്ടൊക്കെ അങ്ങനെയല്ലേ, 10 സെന്റ് ഉമ്മാന്റെ പേരില്, ഈ തെങ്ങുന്തോട്ടം വാപ്പാന്റെ പേരില്, ഇത് ഭർത്താവിന്റെ പേരില്, ഇത് ഭാര്യയുടെ പേരില്. അങ്ങനെയല്ലേ നമുക്ക് നമ്മുടെ പള്ളികൾക്ക് വഖഫ് സ്വത്തുണ്ടായത്. ഇന്ന് നമ്മളെ അല്ലെങ്കിൽ അറബികളെ പിന്നാലെ പോവാണ്. അറബിനെ കിട്ടാറുണ്ടോ പള്ളി എടുക്കാൻ? അറബി ഉണ്ടോ മൂത്രപ്പുര ഉണ്ടാക്കാൻ? അറബി ഉണ്ടോ മക്കാം എന്നാക്കാൻ? നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ചെയ്താലേ നമുക്ക് കൂലി കിട്ടൂ. നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കുക, കൂലിയൊന്നും വേണ്ട, അത്യാവശ്യമായി എന്നാ വിചാരം. യാ അല്ലാഹ്, ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് നമ്മൾ ഓടുകയാണ്. ആരെങ്കിലും സഹായിക്കാൻ പുറം നാട്ടുന്നുണ്ടോ? നമ്മുടെ നാട്ടുകാരൊക്കെ മുമ്പ് ചെയ്ത അവരുടെയൊക്കെ തുച്ഛമായ ശമ്പളം കൊണ്ടുണ്ടാക്കിയ പള്ളികളല്ലേ നമ്മുടെ നാട്ടിലെ വലിയ ജുമുഅത്ത് പള്ളികളൊക്കെ. പൊന്നാനി പള്ളി മുതൽ കാസർഗോഡ് തളങ്കര പള്ളി മുതൽ നമ്മുടെ നാടുകളിലെ പഴയകാല പള്ളികളൊക്കെ ആ നാട്ടുകാരുണ്ടാക്കിയതല്ലേ. ഗൾഫിൽ നിന്ന് അറബികൾ കൊണ്ടെന്നാണോ? അല്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ തന്നെ ചെയ്യും. അള്ളാഹു അതിന് തൗഫീക്ക് കൊടുക്കുന്നവർക്ക് അതിന് ഭാഗ്യം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഉമ്മയുടെ പേരിൽ നബിയേ, മദീനയിലെ ഏറ്റവും നല്ല കാരക്കകൾ ഉണ്ടാകുന്ന തോട്ടം എന്റെ ഉമ്മായുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞു. വേറെ ഒരാൾ വന്ന് പറയുന്നു നബിയോട്, ഇന്ന ഉമ്മി സുലിബത് നഫ്സുഹാ വലം തൂസി വഅദുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത്. നബിയേ, എൻ്റെ ഉമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ ഉമ്മയാണ്. ഹാർട്ട് അറ്റാക്ക് എന്നാ സ്വഹാബി പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് മരിച്ചു നബിയെ. ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഉമ്മാക്ക്. പക്ഷെ എനിക്ക് തോന്നുകയാണ്, ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും സ്വതക്ക പള്ളികൾക്കോ ദീനിനോ കൊടുക്കുമായിരുന്നു. പക്ഷേ ഉമ്മാക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു സുഹൃത്ത് വടകര ഭാഗത്ത്, യാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സയ്യിദന്മാരും ഉസ്താദന്മാരൊക്കെ വലിയ മുഹബ്ബത്ത് ചെയ്യുന്ന ഒരു മഹാൻ. അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊരു തലകറക്കം വന്നുപോയി, ഞാനങ്ങോട്ട് വീണു, ആശുപത്രിയിൽ പോയി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ വിഷമം അതല്ല, പെട്ടെന്ന് അങ്ങോട്ട് വീണപ്പോഴേ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാനത് മരിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് എൻ്റെ ബാലൻസിൻ്റെ എന്തോ കുഴപ്പമായിരുന്നു എന്ന് അറിഞ്ഞത്. എനിക്ക് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ കരയാണ്. റബ്ബേ, അങ്ങനെയൊക്കെ മരിക്കണ നേരത്ത് ഒറിജിനൽ മരണം നടക്കുമ്പോൾ എനിക്കങ്ങനെ ഓർമ്മ വരാണ്ടായി പോവോ? അങ്ങനെ തലകറങ്ങി വീണപ്പോൾ എനിക്കത് ചൊല്ലാൻ തോന്നിയില്ലല്ലോ എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, കരയെന്നെയാണ് വിഷമിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അവർക്ക് നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തും സലാമത്തും നൽകട്ടെ. ആമീൻ. മരണസമയത്ത് കലിമ ചൊല്ലാൻ തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇബ്നുൽ ഖയ്യിം, അല്ലാമ ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നല്ല സ്വാലിഹായ മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന ഒരാൾ. ഞാൻ വിചാരിച്ച ആൾ വലിയ അള്ളാന്റെ വലിയാണ്. പക്ഷെ മരിക്കാൻ നേരത്ത് പറയാണ്, റബ്ബി വലംതനി, റബ്ബി വലംതനി, പടച്ചോനെ നീ എന്നോട് ഈ പണി കാണിച്ചല്ലേ, പടച്ചോനെ നീ എന്നെ ആക്രമിച്ചല്ലേ, അല്ലാഹുവേ നീ എനിക്ക് ദുൽമ ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. കലിമ ചൊല്ലി കൊടുക്കുമ്പോൾ ഇയാൾ ഇതാ പറയണത്, പടച്ചോനെ നീ എന്നെ കുഴക്കല്ലേ. അല്ലാഹുവിനെ പഴിചാരി മരിച്ചുപോയി. ഫമാസിൽതു അഖാഫുൽ മൗത ബഅദഹാ, ആ സീന് കണ്ടതിന് ശേഷം എനിക്ക് മരണം പേടിയാണ് എന്ന് അല്ലാമ ഇബ്നുൽ ജൗസി. മില്യൺ കണക്കിന് കിതാബുകൾ, പേജുകൾ കിതാബ് എഴുതിയ മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ. എനിക്കതിന് ശേഷം പേടിയായിപ്പോയി. നമ്മൾ വിചാരിക്കൂലേ, നല്ല മനുഷ്യന്മാരൊക്കെ ശരിക്കും അങ്ങനെ തന്നെ നല്ലതൊക്കെ മരിക്കണ്ടേ. പക്ഷേ എന്തോ ഒരു കുരുത്തക്കേട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. കലിമ ചൊല്ലാൻ പറ്റിയില്ല. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ.
ഇന്ന ഉമ്മി സുലിബത് നഫ്സുഹാ വലം തൂസി. നബിയേ, എൻ്റെ ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയാതെ എൻ്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. നബിയേ, ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു. ആ ഉമ്മാക്ക് പകരം ഞാനൊരു സദഖ ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ഉമ്മാന്റെ പേരിൽ ദാനം ചെയ്താൽ എനിക്ക് കൂലിയും എൻ്റെ ഉമ്മാക്ക് കൂലിയും അല്ലാഹു നൽകുമോ നബിയേ? ഖാല നഅം, അതെ, അല്ലാഹു നിങ്ങൾക്കും കൂലി തരും ഉമ്മാക്കും കൂലി തരും. ഫതസദ്ദഖ് അൻഹാ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് മറ്റൊന്നാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇനി മറ്റൊന്ന്, മാതാപിതാക്കൾ മരിച്ചുപോയാൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാക്കോ ഉപ്പാക്കോ ഉണ്ടായിരുന്ന കൂട്ടുകാര്, ഉമ്മായുടെ കൂട്ടുകാരികള്, ഉപ്പായുടെ കൂട്ടുകാര്, നല്ല കൂട്ടുകാര്, കള്ളുടിയന്മാരെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ചിലർക്ക്, അതല്ല, നല്ല കൂട്ടുകാര്, ആ കൂട്ടുകാരോടുള്ള ബന്ധം സ്ഥാപിക്കുക, അവരോടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോവുക. അത് മാതാപിതാക്കളോട് ചെയ്യുന്ന ഉപകാരമാണ്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നല്ലോ, ഇന്ന ബർറുൽ ബിർരി അൻ യസ്ല റജുലു അഹ്ല ഉദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയൽ അബൂ. വാപ്പ മരിച്ചു പോയതിനു ശേഷം വാപ്പയുടെ സ്നേഹിതന്മാരോട് ബന്ധം പുലർത്തുന്നത് വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണ് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ ചങ്ങാതിമാര് പറയും, ആ വാപ്പാക്ക് ബന്ദിയോടൊരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ആ വാപ്പാക്ക് മൊഗ്രാലൊരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, വാപ്പാക്ക് ബദിയെടുക്കയിൽ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. പോയി കാണുക, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. ഒന്നുമില്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പയെ നേരാമണ്ണം നോക്കാൻ പറ്റിയിട്ടില്ല, ആ സങ്കടം തീർക്കാൻ ഇത് മതിയാകും. ഉമ്മ മരിച്ചുപോയി, ഉമ്മയുടെ കൂട്ടുകാരികൾ. രസകരമായ സംഭവം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു കഴുതപ്പുറത്ത് നടക്കുകയാണ്. അങ്ങനെ ഒരു അറാബി വരുന്നുണ്ട്. ആ അറാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരോട് സലാം പറഞ്ഞു. നേരത്തെ പറഞ്ഞ ആ യമൻ എന്നൊരു ഉമ്മയെടുത്ത് വന്നപ്പോ ചോദിച്ചില്ലേ, എന്റെ ഉമ്മാക്ക് ഇത് മതിയോ ചെയ്തു കൊടുത്തതെന്ന് ചോദിക്കപ്പെട്ട സ്വഹാബി. ഞാൻ സിയാറത്ത് ചെയ്യുന്നൊക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ശുഹദ, മക്കയിലെ ശുഹദ എന്നുള്ള സ്ഥലത്താണ് അവരുടെ മഖബർ, ഒരു കെട്ടിന്റെ ഉള്ളിലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അപ്പോ അവര് പറയാണ്, അവരിങ്ങനെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ വന്നു. ഏതോ ഒരു നാടൻ മനുഷ്യൻ, കാട്ടറബി. സലാം പറഞ്ഞിട്ടുള്ളൂ, കഴുതപ്പുറത്ത് ഇറങ്ങിയിട്ട് ഈ കഴുതകൾ കൊണ്ടുപോയിക്കോളി. തലപ്പാവും കൊടുത്തു, ഇത് നിങ്ങൾക്ക് തന്നെയാണ്, ഇത് എടുത്തോളി എന്ന് പറഞ്ഞ് തലപ്പാവും വെച്ചു കൊടുത്തു. കുറെ സമ്മാനം കൊടുത്തു. അപ്പോ മഹാനായ ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തുണ്ട്. അസ്ലഹക്കല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അങ്ങ് ചെയ്തതൊക്കെ നല്ല പണി തന്നെ. അറാബികൾക്ക് 10 റിയാൽ കൊടുത്താൽ തന്നെ ധാരാളം. നിങ്ങൾ യാത്ര ചെയ്യുന്ന കഴുതയും ഇങ്ങനെ, നിങ്ങളൊരു സ്വിഫ്റ്റ് വാനിൽ പോവാണ്, വണ്ടി പോവാണ്, നിർത്തിയിട്ട് ഒരാൾ കാറേജ് കൊണ്ടുപോയി രജിസ്ട്രേഷൻ നിന്റെ പേരിലാക്കി തരാം, മുലുക്കിയും കൊണ്ടുപോയി കഴിഞ്ഞ് രജിസ്ട്രേഷൻ എടുത്തോ വണ്ടി എടുത്തോ പൈസയും ബാഗും ഒക്കെ കൊടുക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? അതും ഏതോ നാട്ടും പുറത്തുള്ള ഒരാളെ കണ്ടപ്പോ. അപ്പൊ ഇബ്നു ഉമർ തങ്ങളോട് ചോദിച്ചു, അറാബികളല്ലേ, കുറച്ചു കൊടുത്താൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്, കുറച്ചു കൊടുത്താൽ തന്നെ സന്തോഷമാണ്, അവരോട് ഇങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ കൊടുത്ത മറുപടി, ഈ അറാബിയുടെ വാപ്പ എന്റെ വാപ്പ ഉമർ എന്നവരുടെ കൂട്ടുകാരനായിരുന്നു. ഇങ്ങനെ ഈ അറാബിന്റെ വാപ്പ എന്റെ വാപ്പയുടെ കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് എന്റെ വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചെയ്ത ഉപകാരമാണത്. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി സുലത്തുൽ വലദി അഹ്ല ഉദ്ദി അബീഹി. വാപ്പയുടെ മരണശേഷം വാപ്പയുടെ കൂട്ടുകാരോട് മകൻ ചെയ്യുന്ന സ്നേഹബന്ധം വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണെന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അബാഹാദാ ഖാന ബുദ്ദൽ ഉമർ. ഉമർ എന്നവരുടെ സുഹൃത്തായിരുന്നു ഈ അറാബിയുടെ വാപ്പ. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. വാഹനം കൊടുത്തു, തലപ്പാവും കൊടുത്തു, എല്ലാം കൊടുത്തു, സ്നേഹം കൊണ്ട്. അതിന്റെ കൂലി ആർക്ക് കിട്ടി? ഉമർ എന്നവർ ചെയ്ത സദഖ പോലെ. ഇബ്നു ഉമർ എന്നവർക്ക് കൂലി കിട്ടി, വാപ്പ ഉമർ എന്നവർക്കും കൂലി കിട്ടി. മാതാപിതാക്കളുടെ മരണശേഷം മൻ അഹബ്ബ
അയ്യസ്വില അബാഹു ഫീ ഖബരിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. അങ്ങനെ ഉണ്ടാവില്ല ജീവിതത്തിൽ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നൊന്നും അറിയില്ലായിരുന്നു, ഒരു വാദവും കേട്ടില്ല, ഞാനിട്ടത് ശ്രദ്ധിച്ചതുമില്ല, വാപ്പയെ നോക്കാനും പറ്റിയില്ല. വാപ്പ ഖബറിലാണ്. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് മൻ അഹബ്ബ അൻ യസ്വില അബാഹു ഫീ ഖബരിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസ്വിൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ സഹോദരന്മാര്, വാപ്പയുടെ കൂട്ടുകാര്, അവരോട് വാപ്പയുടെ മരണശേഷം ചെയ്യുന്ന ഉപകാരം വാപ്പയോട് ഖബറിൽ കിടക്കുന്ന ഉപ്പയോട് ചെയ്യുന്ന ഉപകാരം പോലെയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്ദികേട് മാതാപിതാക്കളോട് ചെയ്തു പോകുന്നത് സ്വർഗവാതിലുകൾ കൊട്ടിയടക്കലാണ്. മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രഗൽഭനായ ഇമാം, മദ്ഹബിന്റെ ആധികാരികമായ നിയമങ്ങൾ പറയാൻ അധികാരമുള്ള പണ്ഡിതൻ, മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ബുദ്ധിമുട്ടാക്കിയ ഒരു മകൻ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോ ഇയാളോട് ദേഷ്യത്തിലാണ്. അങ്ങനത്തെ ഒരു മാതാവിനോട്, പിതാവിനോട് അവരിവനോട് ദേഷ്യം പിടിച്ചത് നീക്കിക്കളയാൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യം വരാതിരിക്കാൻ എന്താണ് ഇമാമേ ഒരു വഴിയുള്ളത്? ഞങ്ങൾ എന്ത് ചെയ്താലാ അവരുടെ ദേഷ്യം ഇല്ലാതെയാവുക? നേരത്തെ പറഞ്ഞതൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ല, ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് അവര് മരിച്ചുപോയത്, മരിക്കണ കാലത്ത് വെറുപ്പാൻ, എനിക്കവന്റെ മുഖം കാണണ്ട എന്ന് ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു. പിന്നെ ഉമ്മയും വാപ്പയും വെറുതെ അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കും ചെയ്യരുത്. ശർഅ അംഗീകരിക്കുന്ന ഒരു കാരണമല്ലാതെ അങ്ങനെ പറയാനും പാടില്ല മക്കളോട്. അള്ളാഹുവോ അവന്റെ റസൂലോ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വിഷയം ചെയ്തതിന്റെ പേരിൽ അങ്ങനെ പറയാം എന്നല്ലാതെ വെറുതെ മക്കളോട്, ഒരു മകനോട് സ്നേഹം, മറ്റേ മകനോട് ദേഷ്യം, അങ്ങനെയൊന്നും വേർതിരിച്ച് ഒരു ഉമ്മയും വാപ്പയും ചെയ്യാൻ പാടില്ല. അങ്ങനെ വെറുതെ മക്കൾക്കെതിരെ ദുആ ചെയ്ത അള്ളാഹു ആ ദുആ സ്വീകരിക്കൂല. അങ്ങനെ ഒരു ഉമ്മയും വാപ്പയും വെറുതെ അന്യായമായ ഒരു മകനോട്, ഒരു മോളോട് ദേഷ്യമാണ്, അങ്ങനെ അവർ എന്ത് കഅബന്റെ കില്ല് പിടിച്ചു ദുആയിരുന്നാലും അള്ളാഹു ഇതിന് ഉത്തരം കൊടുക്കൂല. മാതാപിതാക്കൾ കുറ്റക്കാരാവരുത് ദുആ ചെയ്യുമ്പോൾ, മക്കൾ കുറ്റക്കാരാവരുത് മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഇമാം നബവി തങ്ങളോട് ചോദിക്കുകയാണ്, മാതാപിതാക്കൾ ദേഷ്യപ്പെട്ട് മരിച്ചുപോയി, അവര് മരിക്കുമ്പോൾ മകനോട് ദേഷ്യമാണ്. ആ ദേഷ്യം മാതാപിതാക്കളുടെ ആ ദേഷ്യം ഇല്ലായ്മ ചെയ്യാൻ എന്താണ് വഴി? നാളെ പരലോകത്ത് അതിന്റെ മുത്താലബ, അള്ളാഹു നാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി യാതൊരു മറുപടിയാണ്. അമ്മാ മുത്താലബതുഹുമാ ലഹു ഫിൽ ആഖിറ ഫലാ ത്വരീഖ ഇലാ ഇബ്താലിഹാ. ദേഷ്യപ്പെട്ട് മാതാപിതാക്കൾ മരിച്ചുപോയി, ആ വിഷയം നാളെ അല്ലാഹു ആഖിറത്തിൽ ചോദിക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോ ലാ ത്വരീഖ ഇലാ ഇബ്താലിഹാ, അതില്ലായ്മ ചെയ്യാൻ ഇനി ഒരു വഴിയുമില്ല എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതുകൊണ്ട് പേടിക്കേണ്ട വിഷയമാണ്. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പറയുകയും, മാതാപിതാക്കളെ മക്കളോട് നന്നാവണം, നീ കള്ളുകുടിക്കല്ലേ, നീ മയക്കുമരുന്നിന്റെ ഗ്രൂപ്പിൽ പോവല്ലേ, നീ മദ്യപാനിയായി മാറല്ലേ, നീ നിന്റെ പ്രേമം അവസാനിപ്പിക്ക്, നീ വ്യഭിചാരത്തിന് പോവല്ലേ, ചീത്ത കൂട്ടുകാരുടെ കൂടെ പോവല്ലേ എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ ഉഫ്ഫിൽ ലകുമാ, നിങ്ങൾക്ക് ശാപമുമ്മ, നിങ്ങൾ മോശപ്പെട്ട ഉമ്മയാണ് എന്ന് പറയുന്ന മക്കള് ഇന്നില്ലേ? ഖുർആൻ പറയും, ഇന്നത്തെ കാലത്തോ നമ്മുടെ മക്കൾ പറയുന്ന പോലെ തോന്നിപ്പോവാ. ഉഫ്ഫിൽ ലകുമാ അതഇദാനിനി അൻ ഖുറജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. ഉമ്മയും ഉപ്പയും മുസല്ല വിരിച്ച് സുജൂദിൽ കിടന്ന് ദുആയിരക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉമ്മയും ഉപ്പയും, പക്ഷേ മക്കൾ നിരീശ്വരവാദികള്, മക്കളെ പടച്ചോനില്ല എന്ന് പറയുന്നവരെ, മോനെ നിസ്കരിക്കുക എന്ന് പറയുമ്പോ ആർക്കുമ്മ? അള്ളാഹ്ക്ക് മോനെ, അല്ല ഉണ്ടമ്മ.
പടച്ചവനുണ്ടോ എന്ന് ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ കണ്ണുകൊണ്ട് കാണാത്തതിന്റെ പേരിൽ നിഷേധിക്കുന്ന നിരീശ്വരവാദികള് ഉമ്മയോട് വാപ്പയോട് മോശമായി പെരുമാറുന്ന ആ പെരുമാറ്റത്തിന്റെ ഒരു ഉദാഹരണം അല്ലാഹു പറയാണ് സൂറത്തുൽ അഹ്ഖാഫിൽ. ഉലൈക الذين حق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. മാതാപിതാക്കൾ സാരോപദേശം നൽകുമ്പോ ഉമ്മ നിങ്ങൾ മോശക്കാരിയാണ്, ഉമ്മ നിങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ഉമ്മയെ പോലെയല്ലല്ലോ, എന്റെ കൂട്ടുകാരന്റെ ഉമ്മ അവന് iPhone X, iPhone 10, iPhone 11 എന്തെല്ലാം വാങ്ങിച്ചെടുത്തു, നിങ്ങളെന്താ എനിക്ക് ഫോൺ തരാത്തത്, നിങ്ങളെന്താ എന്നെ ടൂറിന് പറഞ്ഞേക്കാത്തത്, നിങ്ങൾ മോശപ്പെട്ട വാപ്പയാണ്, നിങ്ങളെന്താ എന്നെ എസ്കേഷന് പറഞ്ഞേക്കാത്തത്, നിങ്ങളെന്താ എന്നെ ബാംഗ്ലൂർ കാണാൻ വിടാത്തത്, മൂന്നാർ കാണാൻ വിടാത്തത്. ഏതെങ്കിലും മക്കളിൽ തിന്മകളിലേക്ക് പോകുമോ എന്ന ആശങ്കയുടെ പേരിൽ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഉമ്മ നിങ്ങൾ മോശപ്പെട്ടവളാണെന്നും വാപ്പാ നിങ്ങൾ നല്ല ഒരു വാപ്പയല്ലെന്നും പറയുന്ന +2 പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ അല്ലാഹു നൽകുന്ന മറുപടിയാണിത്. ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ. പരാജയത്തിന്റെ വചനം അവരുടെ മേൽ സുരക്ഷിതമാണ്, അവർ പരാജിതരാണ്. ഇന്നഹും കാനൂ ഖാസിരീൻ. സലാസ, 3 വിഭാഗം ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ലേ ഇല്ല. കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെങ്കിൽ നാളെ ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്തവര് അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവൻ, വ മുദ്മിനുൽ ഖംർ, കള്ളുകുടിയനായ ആള്, വൽ മന്നാനു അതാഅഹു, ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു പറഞ്ഞ് ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്ന ആള്. ഉപകാരം ചെയ്തത് നിനക്ക് ഞാൻ അത് തന്നില്ലേ, നിനക്ക് ഞങ്ങൾ ഇത് സഹായിച്ചില്ലേ എന്ന് ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവനെ, മുഴുകള്ളുകുടിയനായവനെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ, ഇവരോട് കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു വിഭാഗത്തിന് ഞങ്ങൾ പറഞ്ഞത് ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയില്ല എന്നാണ്. ആ 3ലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ട്. അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ. ഒന്ന് വദ്ദയ്യൂസ്, സ്വന്തം കുടുംബത്തിൽ അല്ലാഹു പറഞ്ഞത് പ്രകാരം നടക്കാത്ത മക്കളുണ്ടായിരിക്കെ പെൺകുട്ടികളും ആൺമക്കളും അല്ലാഹുവിനെതിരെ ചെയ്യുമ്പോൾ എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ, അവരെയാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. വറജലതു മിനൻ നിസാ, പെണ്ണുങ്ങളിൽ ആണുങ്ങളെപ്പോലെ ജീൻസ് ഇട്ടിട്ട് ആണുങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ചിട്ട് ആണുങ്ങളെപ്പോലെ വേഷവിധാനം ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ, ഇവര് സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. വേറെ ഒരു 3 വിഭാഗത്തെ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ലാ, ഈ ആളുകളുടെ യാതൊരു ക്രയവിക്രയവും ഇബാദത്തോ ഒരു കാര്യമോ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ. വമന്നാൻ, ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു വിളിച്ചു പറയുന്നവൻ. വമുകദ്ദിബും ബിൽ ഖദ്രി, അല്ലാഹുവിന്റെ വിധികളെ നിഷേധിക്കുന്ന ആള്, ഖദർ ഖദാഇനെ നിഷേധിക്കുന്ന ആള്. മുഅ്മിനെ, അവരെ വേദനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഒരാൾ വന്ന് ഹബീബിനോട് ചോദിച്ചില്ലയോ, യാ റസൂലല്ലാഹ്, നബിയേ, ശഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു നബിയേ, വ അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചു നബിയേ, വസല്ലൈതുൽ ഖംസ, 5 നേരത്തെ നിസ്കാരം ഞാൻ മുറതെറ്റാതെ നിർവഹിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ, വഅദ്ദൈതു സകാത മാലി, ഞാൻ എൻ്റെ സകാത്ത് കൊടുത്തു എന്നിരിക്കട്ടെ, വസുംതു റമളാൻ, റമളാൻ നോറ്റു എന്നിരിക്കട്ടെ, എന്താണ് നബി എൻ്റെ അവസ്ഥ? ഈമാനും ഇസ്ലാമും ഒക്കെ ചെയ്തു, എനിക്ക് സ്വർഗം കിട്ടുമോ? ഇതാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു, മൻ മാത അലാ ഹാദാ, ഇങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ
കാന മഅൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ യൗമൽ ഖിയാമ ഹകദാ. ഈമാൻ ഉണ്ടാവുകയും ഇസ്ലാം ഉണ്ടാവുകയും ചെയ്ത് മരണപ്പെട്ടു പോകുന്നവരെ നാളെ അംബിയാഇന്റെ ശുഹദാഇന്റെ സിദ്ദീഖുകളുടെ കൂടെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് നബി തങ്ങൾ പറഞ്ഞു. മാലം യഅഖ്വാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരുന്നാൽ. ഇതൊക്കെ ചെയ്തു, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളാണെങ്കിൽ സ്വർഗമില്ല. അല്ലെങ്കിൽ അവർ ഇങ്ങനെ രണ്ട് വിരൽ നിൽക്കുന്ന പോലെ അംബിയാഇന്റെ സിദ്ദീഖീങ്ങളുടെ അല്ലാഹുവിന്റെ ശുഹദാഇന്റെ കൂടെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെങ്ങാനും നമ്മോട് ദേഷ്യപ്പെടുകയും അവരെങ്ങാനും നമുക്കതിൽ ദുആ ഇറക്കുകയും ചെയ്താൽ ഒരുപക്ഷേ നമ്മുടെ ജീവിതം ദുന്യാവും ആഖിറവും പരാജയപ്പെട്ടു പോയേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ഒരു കേടായൊരു ദുആ വന്നു. ഭയങ്കര വിഷയമാണ്. ശരിക്കും വിദ്യാർത്ഥികളോടാണ് ശരിക്കും പറയേണ്ടത്. അല്ലാഹുവേ, ഒരു പിതാവ് തന്റെ മകനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു, മോനെ നന്നാവണം, മോനെ നീ കേടുവരരുത്, മോനെ നിന്റെ കൂട്ടുകാര് മോശക്കാരാണ്, അവരുടെ കൂടെ പോവല്ലേ എന്ന് ആ പിതാവ് എപ്പോഴെല്ലാം പറയുന്നു അപ്പോഴെല്ലാം ആ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ച് പിതാവിനോട് ആക്രോശിച്ചിരുന്ന ഒരു മകൻ. നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത്. അവസാനം മകൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ മകനെ സാരോപദേശം നൽകിയ പിതാവിന്റെ മുഖത്ത് കരണത്തടിച്ചു ഈ മകൻ. ആ പിതാവ് ഒരു ശപഥം ചെയ്തു, അല്ലാഹുവിനോട് ശപഥം ചെയ്തു, വല്ലാഹി, അല്ലാഹുവേ, ഞാൻ സത്യം ചെയ്യുകയാണ്, നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ഞാൻ ദുആ ചെയ്യും എന്റെ മകനെതിരായിട്ട്. പാപ്പയുടെ മുഖത്തടിച്ചു മകൻ. ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ എന്റെ മകനെതിരെ ഞാൻ ദുആ ഇറക്കുന്നത് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ കഅബാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് 4 വരി കവിതയാണ് അദ്ദേഹം ചൊല്ലിയത്. മക്കയിലെ കഅബാലയത്തിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായ വരികൾ ചൊല്ലുമ്പോൾ വീട്ടിൽ നല്ല കയ്യൂക്കുണ്ടായിരുന്ന മകന്റെ ഒരു ഭാഗം തളർന്നവൻ വീഴുകയായിരുന്നു. ഈ 4 വരി പാടി തീർക്കുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ അവന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു. പിതാവിന്റെ ദുആ, ഹറമിൽ വെച്ചുള്ള ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുന്നു. ഉടനെ തന്നെ ശിക്ഷ വരുന്നു. ഇത് ചരിത്രത്തിലെ വലിയ അത്ഭുതമാണ്. യാ മൻ ഇലൈഹി അതൽ ഹുജ്ജാജു ഖദ് ഖതഉ عرض المهامة من قرب ومن بعد إني أتيتك يا من لا يخيب من يدعوه مبتهلا بالواحد الصمد هذا منازل لا يرتد عن عققي فخذ بحقي يا رحمن من ولدي وشل منه بحول منك جانبه يا من تقدس لم يولد ولم يلد. ഒരിക്കലും ഒരു പിതാവോ മാതാവോ ഇല്ലാത്തവനെ, ജന്മം നൽകപ്പെടാത്തവനെ, നീയായിട്ട് ആർക്കും ജന്മം നൽകിയിട്ടുമില്ലല്ലോ, പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ലാത്തവനെ, എന്റെ മോൻ എന്നോട് ചെയ്ത പാതകത്തിന് റബ്ബേ വശുല്ല മിൻഹു ബിഹൗലി മിൻക ജാനിബഹു, എന്നോട് ചെയ്ത ദുൽമിന് പകരം അവന്റെ ഒരു ഭാഗം തളർത്തിക്കളയണേ. യാ മൻ തഖദ്ദസ ലം യൂലദ് വലം യലിദി. ആ ദുആ ചെയ്തപ്പോ തന്റെ മകന്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണ് ഉണ്ടായത്. മരണം വരെ പിന്നെ എണീറ്റ് നിൽക്കാൻ പറ്റിയിട്ടില്ല. പിതാവിന്റെ ഒരു ദുആയാണത്. സംസം കിണറ്, സംസമിന്റെ മഹത്വം നമുക്കറിയാം. എന്താ സംസം? സംസം എന്നത് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആഇന്റെ ഉത്തരമാണ്, അല്ലേ? റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, എൻ്റെ മക്കളെ ആരാരുമില്ലാത്തിടത്ത് ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ്. അല്ലാഹുവേ, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ.
സംസം തുആമു തുഅമിൻ വശറാബു ശുർബിൻ. അല്ലാഹു ഭക്ഷണത്തിന് ഭക്ഷണമായും പാനീയത്തിന് പാനീയമായും നൽകിയതാണ് സംസമെങ്കിൽ, സംസം ഇബ്രാഹിം നബി എന്ന വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഉത്തരമാണ്. നല്ലത് പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്, കേടായി പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്. സലാസു ദഅവാത്തിൻ മുസ്തജാബ, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. ചില റിവായത്തിൽ വലൗകാന കാഫിറൻ, ആക്രമിക്കപ്പെട്ടവൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു അവിശ്വാസി ഒരു മുസ്ലിം പരാജയപ്പെടുത്തി വഞ്ചിച്ചാൽ ആ വഞ്ചിക്കപ്പെട്ട അവിശ്വാസിയുടെ പ്രാർത്ഥനക്കും ഉത്തരമുണ്ടത്രേ. ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ, യാത്ര പോകുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വദഅവത്തുൽ വാലിദി അലാ വലിദിഹി, വാപ്പ മക്കൾക്കെതിരെ ദുആ ഇരക്കുന്നത്, ഉമ്മ മക്കൾക്കെതിരെ ദുആ ഇരക്കുന്നത്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ മാതാപിതാക്കളോട് ഗുണം ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് മുസ്ലിമായി വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉമ്മ അബൂ ഹുറൈറ തങ്ങളെപ്പോലെ തുടക്കത്തിലെ മുസ്ലിമത്തായവരല്ല. അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മ മുസ്ലിമല്ലാതിരുന്നപ്പോ അബൂ ഹുറൈറ തങ്ങള് നബിയോട് വന്ന് പരാതി പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മയെ ഒന്ന് നന്നാക്കാൻ അങ്ങ് ദുആ ചെയ്യണേ അല്ലാഹുവിനോട്. ഉമ്മയ്ക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന വിഷയം, മാതാപിതാക്കൾ നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കാലത്തോളം അവർക്ക് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മാതാപിതാക്കൾ ഒരു തിന്മയിലേക്കെങ്ങാനും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് നമ്മൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല. അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആ ഇരക്കുക. റസൂലുള്ളാഹി തങ്ങളോട്, ഹബീബായ തങ്ങളോട് വന്ന് പരാതി പറയുന്നു, നബിയേ, എനിക്കങ്ങയോട് അത്രമേൽ ഇഷ്ടമാണ് നബിയെ, എന്നാൽ എൻ്റെ ഉമ്മ എന്നെ ചീത്ത പറയുന്നു നബിയെ. അങ്ങയെ പറ്റി പറഞ്ഞപ്പോ അങ്ങയെ ചീത്ത പറഞ്ഞു നബിയെ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എൻ്റെ ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ദുആ ഇരക്കാൻ വേണ്ടി പറഞ്ഞു. മാതാപിതാക്കൾക്ക് ഹിദായത്ത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആ ഇരക്കണം നമ്മള്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ. നബിയെ ചീത്ത പറഞ്ഞിട്ട് ആ സങ്കടം കേൾക്കവയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അബൂ ഹുറൈറ തങ്ങൾ രണ്ടാമത് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ വാതിൽ മുട്ടിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ്. ഉമ്മ വസ്ത്രം മാറി മുഖമക്കനെ ധരിച്ച് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ, അബ്ശിർ, സന്തോഷിച്ചോളൂ മോനെ, ഫഇന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലാണെന്നും അല്ലാഹു ഏകനായ സൃഷ്ടാവാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മോനെ. നബി അവിടെ നിന്ന് ദുആയിരുന്നു. വന്നപ്പോഴേക്കും ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഉമ്മയുടെ കൈപിടിച്ച് ഹബീബിന്റെ അരികത്ത് ചെന്ന് പറഞ്ഞു, നബിയേ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. എന്നെയും എൻ്റെ ഉമ്മയെയും ലോക മുസ്ലിമീങ്ങൾ സ്നേഹിക്കണം. ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളോടും സ്നേഹമുണ്ടാവണം. അതിനൊന്ന് ദുആ ഇരക്ക് നബിയേ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹാദാ, അല്ലാഹുവേ, നിന്റെ അടിമയായ അബൂ ഹുറൈറയെ വ ഉമ്മഹു ഇലാ ഇബാദിക്കൽ മുഅ്മിനീൻ വഹബ്ബിബ് ഇലൈഹിമുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾക്ക് സ്നേഹം, അബൂ ഹുറൈറ തങ്ങളോട് മുഅ്മിനീങ്ങൾക്ക് സ്നേഹം, അവരുടെ ഉമ്മയോട് സ്നേഹം അങ്ങനെ ആക്കി കൊടുക്കണേ എന്ന് അബൂ ഹുറൈറ തങ്ങൾക്ക് വേണ്ടി നബി ദുആ ചെയ്തു കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫമാ ഖൽഖുൻ മുഅ്മിനുൻ യസ്മഉ ബി വലാ യറാനി ഇല്ലാ അഹബ്ബനി. അങ്ങനെ ഏതൊരു മുസ്ലിമും എന്നെപ്പറ്റി കേൾക്കുമ്പോ, എന്റെ ഉമ്മയെ പറ്റി കേൾക്കുമ്പോ ഞങ്ങളോട് സ്നേഹമുള്ളവരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഹബീബായ നബി ഞങ്ങളോട് വന്ന് ദുആയിരപ്പിച്ചു വാങ്ങിയതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ.
മാതാപിതാക്കളുടെ സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നൽകട്ടെ. അവരോടുള്ള പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയും അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.